ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് എന്നുള്ള ടോപ്പിക്കിൽ എക്സൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എക്സൈസ് 1.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ക്വസ്റ്റ്യൻ? ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ എഫ് ഗിവൺ ആർ സ്റ്റാർ ആർ സ്റ്റാർ. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ്റെ റേഞ്ച് തന്നിട്ടുള്ളത്. ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x ആണ് കേട്ടോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫംഗ്ഷൻ എന്താ തന്നിട്ടുള്ളത്? 1/x ഈസ് 1 1 ആൻഡ് 1 2. അത് 1 1 ആണ്, 1 1 ഫംഗ്ഷൻ ആണ്, 1 2 ഫംഗ്ഷൻ ആണ് എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. വേർ ആർ സ്റ്റാർ ഈസ് ദ സെറ്റ് ഓഫ് നോൺ സീറോ റിയൽ നമ്പേഴ്സ്. ആർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർ ആർ എന്നേ കേട്ടിട്ടുള്ളൂ അല്ലേ. ആർ എന്ന് പറഞ്ഞാൽ എന്താ? റിയൽ നമ്പേഴ്സിന്റെ ഒരു സെറ്റ്. ആർ സ്റ്റാർ എന്നുള്ളത് ആറിന് എന്തൊക്കെയോ പ്രത്യേകത ഉണ്ട് അല്ലേ. ആർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ? ആർ -0 ആണ്. ഓക്കെ, നോൺ സീറോ റിയൽ നമ്പേഴ്സ് ആണ് പറഞ്ഞത്. അതായത് സീറോ അല്ലാത്ത ബാക്കിയല്ല, ആറിന് 0 ഒഴികെയുള്ള ബാക്കി എല്ലാ നമ്പേഴ്സ്. അതാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഗിവൺ ഫംഗ്ഷൻ ആർ സ്റ്റാർ എന്നുള്ള റേഞ്ചിൽ, ഓക്കെ, ഇവിടെ ഫ്രം ആർ സ്റ്റാർ ടു ആർ സ്റ്റാർ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x എന്നുള്ള ഫംഗ്ഷൻ 1 1 ആണ്, 1 2 ആണ് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, എന്താണ് ഇവിടെ തന്ന സെറ്റ്? എന്താണ് നമുക്കിവിടെ സെറ്റ് എ തന്നിട്ടുണ്ട്. ഇത് ഏതാണ് സെറ്റ്? ഏതാണ്? ആർ സ്റ്റാർ ആണ് അല്ലേ. ആർ സ്റ്റാർ ആണ് സെറ്റ് എ. ആർ സ്റ്റാർ എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെയുണ്ട്? -∞ ഇങ്ങനെ വന്നിട്ട് -2 ഉണ്ട്, -1 ഉണ്ട്. 1 കഴിഞ്ഞാൽ പിന്നെ 0 ഇല്ല. ഓക്കെ, ഇതിന്റെ അടിയിലൊക്കെ നമ്പേഴ്സ് ഉണ്ട് കേട്ടോ. അതിന്റെ അടിയിലൊക്കെ നമ്പേഴ്സ് ഉണ്ട്. കാരണം 1 2 അങ്ങനെ 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 എങ്ങോട്ട് പോകും? ഇൻഫിനിറ്റിക്ക് പോകും. സിമിലർലി ഇയർ സെറ്റ് 2 എന്ത് തന്നെയാണ്? സെക്കൻഡ് സെറ്റ് ബി എന്ന് പറയുന്ന സെറ്റ് 2 എന്ത് തന്നെയാണ്? ഇതേ നേച്ചറുള്ള സെറ്റ് തന്നെയാണ്. -1 അങ്ങനെ പോയിട്ട് 1 അങ്ങനെ പോകും, ഇൻഫിനിറ്റിക്ക് അങ്ങനെ പോകും. അവിടെ ആര് മാത്രമേ പ്രസന്റ് അല്ല? 0 പ്രസന്റ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചത്? ഈ ഒരു സെറ്റ് എയിലുള്ള ഓരോ എലിമെന്റിനും കറസ്പോണ്ടിങ് സെറ്റ് ബിയിൽ ഒരു ഇമേജ് ഉണ്ടോ എന്നുള്ളത് പ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഗിവൺ ഫംഗ്ഷന് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x എന്നുള്ള ഫംഗ്ഷനെ നമുക്ക് എന്ത് പറയാം? 1 1 എന്ന് പറയാം അല്ലേ. ഇനി സിമിലർലി സെറ്റ് ബിയിലുള്ള ഓരോ എലിമെന്റിനും അതിനെ നമുക്ക് എന്ത് പറയാം? കോഡൊമൈൻ എന്ന് പറയാം അല്ലേ. കോഡൊമൈനിലുള്ള ഓരോ എലിമെന്റിനും കറസ്പോണ്ടിങ് പ്രീ ഇമേജ് പ്രസന്റ് ആണ് എങ്കിൽ, പ്രീ ഇമേജ് നമുക്ക് കണക്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? വിച്ച് ഈസ് ഓൺ ടു ഫംഗ്ഷൻ ആണ് എന്നുള്ളത് പറയാം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് 1 1 ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. 1 1 ഫംഗ്ഷൻ ആണോ എന്നുള്ളത് നോക്കാം. എന്താണ് 1 1 ഫംഗ്ഷൻ? ഹിയർ ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x ആണ് വരുന്നത്. ഓക്കെ, നമ്മൾ ഇതിനൊരു പ്രൊസീജിയർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എങ്ങനെ? ഫസ്റ്റ് എഫ് ഓഫ് x1 എന്താ? എഫ് ഓഫ് x1 ഈക്വൽ ടു എന്താ വരിക? 1/x1 എന്ന് വരും. എഫ് ഓഫ് x2 എന്താ വരിക? എഫ് ഓഫ് x2 ഈക്വൽ ടു 1/x2 എന്ന് വരും. ഓക്കെ, ഇനി എഫ് ഓഫ് x1 ഈക്വൽ ആണ് എഫ് ഓഫ് x2 എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എഫ് ഓഫ് x1 ഈക്വൽ ആണ് എഫ് ഓഫ് x2 എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ 1/x1 ഈക്വൽ ആണ് 1/x2. ഓക്കെ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? x2 ഈക്വൽ ടു x1 എന്നുള്ളത് കിട്ടും. x2 ഈക്വൽ ടു x1 എന്നുള്ളത് കിട്ടും. എന്താണ് അതിന്റെ മീനിങ്? ഇത് ഏതാ നമ്മളെ റേഞ്ച്? ഏതാ? 0 അല്ലാത്തല്ലേ. അപ്പൊ ഇവിടെ x2 0 കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാ നമ്പേഴ്സിനും എന്തുണ്ട്? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇമേജ് സെറ്റ് ബിയിൽ പ്രസന്റ് ആണ് അല്ലെങ്കിൽ പോസിബിൾ ആണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഗിവൺ സെറ്റ് അല്ലെ ഗിവൺ ഫംഗ്ഷൻ എന്താണ്? therefore ഫംഗ്ഷൻ ഈസ് 1 1 ആണ് അല്ലേ. ഫംഗ്ഷൻ എന്താണ്? നമുക്ക് 1 1 ആണ് എന്ന് പറയാം. ഇനി ഓൺ ടു ആണ് എന്നുള്ളത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? ഓൺ ടു ഫംഗ്ഷൻ ആണ് എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? ഓൺ ടു ഫംഗ്ഷൻ, ഇവിടെ ഫംഗ്ഷന്റെ ലിമിറ്റ് തന്നിട്ടുണ്ട്. ആർ സ്റ്റാർ ടു ആർ സ്റ്റാർ ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x ആണ് അല്ലേ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? y ഈക്വൽ ടു എന്നുള്ള ടേമിൽ എഴുതാം, അല്ലെങ്കിൽ എക്സിന്റെ ടേമിൽ എഴുതി കഴിഞ്ഞാൽ y ഈക്വൽ ടു 1/x എന്ന് എഴുതാം. ഇനി ഇതിനെ വൈൻ്റെ ടേമിൽ എഴുതി കഴിഞ്ഞാലോ ഈ എക്സിനെ അങ്ങോട്ട് കൊണ്ടുവരും അല്ലേ. അപ്പോൾ സോറി, എക്സ് ഈക്വൽ ടു എന്ത് വരും? എക്സ് ഈക്വൽ ടു 1/y എന്ന് വരും. എക്സ് ഈക്വൽ ടു 1/y എന്നുള്ള വരും. ഓക്കെ, എന്താണ് ഇതിന്റെ മീനിങ്? ഇവിടെ y എന്താവാൻ പാടില്ല? നോട്ട് ഈക്വൽ ടു 0 ആണ്. 0 ആവാൻ പാടില്ല അല്ലേ. y 0 ആവാൻ പാടില്ല. ഈ എക്സും വൈയും ശരിക്കും പറഞ്ഞാൽ എവിടെയുള്ളത്? നമ്മൾ ഈ ഒരു സെറ്റിന്റെ ഡയഗ്രാം നോക്കാം. ഇവിടെ സെറ്റ് എയിലാണ് ഓരോ എക്സ് ഉള്ളത് അല്ലേ.
സെറ്റ് എയിലാണ് നമുക്ക് ഓരോ എക്സും ഉള്ളത്. വൈ എവിടെ ഉള്ളത്? സെറ്റ് ബിയിലാണുള്ളത്. ഇതിന്റെ മീനിങ് എന്താ? വൈക്ക് നമ്മൾ ഏത് നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് കറസ്പോണ്ടിങ് ഒരു എക്സിന്റെ വാല്യൂ കിട്ടും അല്ലെ? വൈക്ക് ഏത് നമ്പർ കൊടുത്തു കഴിഞ്ഞാലും എക്സിന് ഒരു വാല്യൂ കിട്ടും. അതല്ലേ ഇതിന്റെ മീനിങ്? വൈ എക്സ് ഈക്വൽ ടു 1/y എന്ന് പറഞ്ഞാലേ. ഇനി വൈക്ക് 0 കൊടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പോ എക്സില് 0 ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ രണ്ട് ഇതിലും എന്തില്ല? ഇവിടെ 0 ഇല്ല, ഈ രണ്ടാമത്തിലും എന്തില്ല? സെറ്റ് എയിലും സെറ്റ് ബിയിലും 0 ഇല്ല. അപ്പൊ അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താണ് ഈ ഈ ഈ ഒരു റേഞ്ചിൽ R* to R* എന്നുള്ള റേഞ്ചിൽ ഗിവൺ ഫംഗ്ഷൻ എന്താണ്? ഓൺ ടു ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഫോർ എവരി y ബിലോങ്സ് ടു, y എവിടെയുള്ളത്? കോഡൊമൈനിലുള്ളത്. y ബിലോങ്സ് ടു കോഡൊമൈൻ, y belongs to codomain, we have x belongs to domain. അതായത് ഓരോ കോഡൊമൈനിലുള്ള ഓരോ വൈക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡൊമൈനിൽ ആരുണ്ട്? ഓരോ എക്സ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതിനൊരു പ്രീമേജ് ഉണ്ട് എന്നുള്ളതാണ് ഒറ്റ മലയാളത്തിൽ പറഞ്ഞാൽ. ഓക്കെ, എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഏതിന്റെ എന്തിന്റെ ബേസിൽ അണ്ടർ ദി ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷനിൽ അല്ലേ? അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? 1 എങ്ങനെ പ്രൂവ് ചെയ്തു, 1 എങ്ങനെ പ്രൂവ് ചെയ്തു എന്നുള്ളത് വീഡിയോ പോസ് ചെയ്യാൻ നോട്ട് ചെയ്യാം. ഇതേ ക്വസ്റ്റ്യനിൽ ഒരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? എന്താണ് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ? ഈസ് ദി റിസൾട്ട് ഈസ് ട്രൂ. ഈ റിസൾട്ട് ശരിയാണോ? എങ്ങനെ? ഇഫ് ദ ഡൊമൈൻ R* ഈസ് റീപ്ലേസ്ഡ് ബൈ n. ഡൊമൈൻ എന്നുള്ള ആളെ നമ്മൾ എന്ത് ചെയ്തു? R* പകരം n കൊടുത്തു. n എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു റിലേഷനെ, ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ എഴുതാം? n⁴ എന്ന് പറയും. n⁴, അതായത് നമ്മളെ ആദ്യത്തെ സെറ്റ്, രണ്ടാമത്തെ സെറ്റ്. ആദ്യത്തെ സെറ്റില് n-ഉം രണ്ടാമത്തെ സെറ്റില് R* അല്ലേ? അപ്പൊ ഇവിടെ n എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എവിടുന്ന സ്റ്റാർട്ട് ചെയ്യണേ? 1 2 3 4 5 അങ്ങനെ ഇതുവരെ പ്ലസ് ഇൻഫിനിറ്റി. ഇത് ഓൾറെഡി ഇൻഫിനിറ്റിന്ന് ഇങ്ങനെ വന്നിട്ട് -1 -2 -1 അങ്ങനെ ഇടയിലൊക്കെ പോയി 1 2 അങ്ങനെ ഇൻഫിനിറ്റിക്ക് അങ്ങനെ പോകും. ഇതാണ് രണ്ട് സെറ്റ് വരുന്നത് അല്ലേ? ഇനി നമുക്കിവിടെ ഈ ഗിവൺ ഫംഗ്ഷൻ, സെയിം ഫംഗ്ഷൻ തന്നെ, ഏത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x എന്നുള്ള ഫംഗ്ഷൻ തന്നെ, ഇത് 1 ആണോ 1 ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് 1 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. 1 ആണോ എന്നുള്ളത് എന്ത് ചെയ്യുക? നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത അതേ പ്രൊസീജിയറിൽ തന്നെ ചെയ്യാം. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ആണോ എന്നുള്ളത് നോക്കാം. 1/x1 ഈക്വൽ ടു 1/x2 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? x2 ഈക്വൽ ടു x1 ആണെന്ന് പറയാം അല്ലേ? അപ്പോൾ ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? ഫംഗ്ഷൻ ഈസ് 1 തന്നെയാണ്. ഓക്കെ, ഫംഗ്ഷൻ 1 തന്നെയാണ്. ഇനി നമ്മൾ ഈ ഒരു ഡയഗ്രാം വെച്ച് പറഞ്ഞാൽ നമുക്ക് അതിനെ പറയാം. അതായത് ഒന്നാമത്തെ സെറ്റിലുള്ള ഓരോ എലമെന്റും നമ്മൾ എക്സിന്റെ പ്ലേസിൽ ഓരോ എലമെന്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും കറസ്പോണ്ടിങ് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ അല്ല ഇതിന്റെ എക്സ് വരിക, ഇവിടെയാണല്ലോ ഇതിന്റെ വൈ വരിക. കറസ്പോണ്ടിങ് നമുക്കൊരു ഇമേജ് അല്ലെ, യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് രണ്ടാമത്തെ സെറ്റിൽ നമുക്ക് പോസിബിൾ ആണ്. ഇനി ഇത് ഓൺ ടു ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓൺ ടു ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓൺ ടു ആണോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യുക? ഫംഗ്ഷന് n2 R* ആണ്. R* എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ അതേ R* തന്നെ. എങ്ങനെ? റിയൽ നമ്പേഴ്സ്, നോൺ സീറോ റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ് അല്ലെ? 0 ഇല്ലാത്ത ബാക്കി എല്ലാ നമ്പേഴ്സും അതിൽ വരും. ഓക്കെ, ഇവിടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x ആണ്. ദാറ്റ് ഈസ് y ഈക്വൽ ടു 1/x ആണ്. അപ്പൊ നമുക്ക് അതിനെങ്ങനെ എഴുതാം? എക്സ് ഈക്വൽ ടു 1/y എന്ന് എഴുതാം. എക്സ് ഈക്വൽ ടു 1/y എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ y എന്തില്ല? വൈക്ക് 0 വരാൻ പാടില്ല അല്ലെ? വൈക്ക് 0 വരാൻ പാടില്ല. നമുക്ക് വിഷയമില്ല. കാരണം എന്താ? നാച്ചുറൽ നമ്പേഴ്സിലും എന്തില്ല? 0 ഇല്ല. ഓക്കെ, ഇനി ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഞാൻ വൈക്ക് 2 എന്ന് കൊടുത്തു. സപ്പോസ് വൈക്ക് 2 എന്ന് കൊടുത്തു. വൈക്ക് 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് എനിക്ക് എത്ര കിട്ടുക? 0.5 ആണ് കിട്ടുക. ഓക്കെ, y2 പോസിബിൾ ആണോ? പോസിബിൾ ആണ്. കാരണം എന്താ? അവിടെ റിയൽ നമ്പേഴ്സ് ആണ് വരുന്നത് അല്ലെ? റിയൽ നമ്പേഴ്സ് ആണ് വരുന്നത്. എക്സ് 0.5 ആണ്. എക്സ് 0.5 എന്ന് പറഞ്ഞാൽ എക്സിൽ 0.5 ഉണ്ടോ? എക്സ് എന്നുള്ള സെറ്റിൽ ഇല്ല. കാരണം എന്താ? അവിടെ നാച്ചുറൽ നമ്പേഴ്സ് മാത്രമല്ലേ ഉള്ളൂ. അവിടെ 1 കഴിഞ്ഞാൽ പിന്നെ 1.5 ഇല്ല, 2 ആണ്.
അല്ലെ 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഞാൻ വൈക്ക് 3 എന്ന് കൊടുത്താലും എക്സിന് എന്താ കിട്ടാനുള്ളത് 0. സംതിങ് ആണ് കിട്ടാനുള്ളത് അല്ലെ. അപ്പൊ ആ വാല്യൂസ് ഒന്നും എന്തില്ല, ആ വാല്യൂസ് ഒന്നും ഇതിൽ പോസിബിൾ അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം, ഓരോ വൈയിലുള്ള ഓരോ എലിമെന്റിനും ഒരു കറസ്പോണ്ടിങ് പ്രീ ഇമേജ് ഇവിടെ പോസിബിൾ ആണോ? ഇല്ല. ഇപ്പുറത്തെ സെറ്റ് മാറി എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോ നമുക്ക് എന്ത് പറയാം, ഹിയർ ഫംഗ്ഷൻ എന്തല്ല, ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. ഫംഗ്ഷൻ എന്തല്ല, ഒരു ഓൺ ടു ഫംഗ്ഷൻ അല്ല. ഓക്കെ, ആ ഒരു മാറ്റം ക്ലിയർ ആണല്ലോ അല്ലെ. നമ്മൾ ആദ്യം ഇതേ ഫംഗ്ഷൻ ആ ഒരു റേഞ്ച് രണ്ടും ആർ സ്റ്റാർ എന്നെടുത്ത് കഴിഞ്ഞപ്പോൾ രണ്ടും എന്തായി, ഫംഗ്ഷൻ എന്തായി 1 ആയി 1 ആയി. രണ്ടാമത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്തു, ഡൊമൈനെ നാച്ചുറൽ നമ്പർ ആക്കി മാറ്റി അല്ലെ. നാച്ചുറൽ നമ്പർ ആക്കി മാറ്റിയപ്പോൾ 1 പോസിബിൾ ആണ്, പക്ഷെ എന്തില്ല, നമുക്കൊരു പ്രീമേജ് പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനെ 1 എന്ന് പറയില്ല. ക്ലിയർ ആണല്ലോ. അപ്പോൾ വീഡിയോ പോസ് ചെയ്യാൻ നോട്ട് ചെയ്യാം. എക്സസൈസ് 1.2 സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതിൽ സബ് ക്വസ്റ്റ്യൻ ഒരു 5 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. നമുക്ക് നോക്കല്ലേ. ഒന്നാമത്തെ കേസിൽ എന്താണ്, ഫംഗ്ഷൻ n to n അതിന്റെ ലിമിറ്റ് വന്നിട്ടുണ്ട് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് എന്താണ് x² എന്നുള്ള ഫംഗ്ഷൻ ആണ് അല്ലെ. ഫംഗ്ഷൻ എന്താണ്, ഫംഗ്ഷൻ n to n ആണ്. എഫ് ഓഫ് എക്സ് എന്താണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² ആണ്. ക്ലിയർ ആണല്ലോ. എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ എന്താണ്, x² ആണ്. ഇവിടെ നമുക്ക് സെറ്റ് എയിൽ എന്താ വരുന്നത്, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സെറ്റ് ബിയിലും നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലെ. അപ്പോൾ ഈ n to n ആവുമ്പോൾ ഗിവൺ ഫംഗ്ഷൻ 1 ആണോ 2 ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് 1 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. 1 നമുക്ക് അറിയാം എന്ത്, എഫ് ഓഫ് x1 എന്താ ഹിയർ, എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ x1² എന്ന് എഴുതാം. എഫ് ഓഫ് x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, x2² എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ അല്ലേ. ഇനി എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 നമ്മൾ ഈക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x1² ഈക്വൽ ടു x2² എന്ന് കിട്ടും. x1² ഈക്വൽ ടു x2² എന്ന് കിട്ടും. അതായത് x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 2 വാല്യൂസ് ഉണ്ടാവും. ഒന്ന് x1-ന് x2 ഉണ്ടാവും സിമിലർലി, അല്ലെങ്കിൽ എന്തുണ്ടാവും x1 ഈക്വൽ ടു -x2. ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലെ. ഓർ x1-ന് x2 ഉണ്ടാവും, ഓർ x1-ന് ഇതും കൂടി ഉണ്ടാവും മൈനസ് ഉണ്ടാവും. കാരണം റൂട്ടാണ്, സ്ക്വയർ ടേം ഈക്വൽ ടുവിൻ്റെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ റൂട്ട് വരും. റൂട്ടിന് പ്ലസ് ടേമും ഉണ്ടാവും മൈനസ് ടേമും ഉണ്ടാവും. ഇനി ഈ ഒരു കേസിൽ ഇതിന്റെ റേഞ്ച് നോക്ക് അല്ല, ഇതിന്റെ ലിമിറ്റ് നോക്ക്. അത് രണ്ട് സൈഡിലും എന്താണ്, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. രണ്ട് സൈഡിലും നാച്ചുറൽ നമ്പേഴ്സ് ആയതുകൊണ്ട് അവിടെ എന്തില്ല, നെഗറ്റീവിന് രണ്ട് സെറ്റിലും എന്തില്ല, നെഗറ്റീവ് നമ്പേഴ്സ് വരില്ല. അപ്പൊ നമുക്ക് ഈ ഒരു സംഭവം, ഈ ഒരു സാധനം നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ, x1 ഈക്വൽ ടു x2 മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാം, സിൻസ് x1 ആൻഡ് x2 ആർ നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. x1 x2 എന്താണ്, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, therefore എന്താണ്, ഹെൻസ് ഇറ്റ് ഈസ് 1 നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് 1 2 അല്ല. എന്താ ചോദിച്ചത്, ഇൻജക്റ്റീവ് ആണോ സർജക്റ്റീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. എന്താ ഇൻജക്റ്റീവ് എന്ന് പറഞ്ഞാൽ, ഇൻജക്റ്റീവ് എന്നുള്ളതിന്റെ വേറൊരു പേരാണ്, അല്ലെങ്കിൽ 1 വേറൊരു പേരാണ് എന്ത്, ഇൻജക്റ്റീവ് എന്നുള്ളത്. 2 വേറൊരു പേരാണ് എന്ത്, സർജക്റ്റീവ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, 1 ഫംഗ്ഷൻ ആണെന്ന് കിട്ടി. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം, ഇൻജക്റ്റീവ് എന്ന് പറയാം. ക്ലിയർ അല്ലേ. ഇനി ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് ഇതേ ഫംഗ്ഷൻ 2 ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യണം. എങ്ങനെ 2 ആണോ എന്നുള്ളത് നോക്കുക. ഓക്കെ, 2 ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എഫ് ഓഫ് എക്സ് എന്താ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² ആണ്. നമ്മൾ വൈൻ്റെ ടേമിൽ എഴുതി കഴിഞ്ഞാൽ y ഈക്വൽ ടു x², വൈൻ്റെ ടേമിൽ എഴുതി കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് y എന്ന് വരും അല്ലേ. എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് y എന്ന് വരും. ഓക്കെ, y എന്നുള്ളത് എവിടെ ഉള്ള ആളാണ്, കോഡൊമൈനിലുള്ള ആളാണ്. എക്സ് എന്നുള്ളത് നമ്മളെ ഡൊമൈനിലുള്ള ആളാണ്. ഇനി രണ്ട് സെറ്റിലും എന്താണ്, നാച്ചുറൽ നമ്പേഴ്സിന്റെ രണ്ട് സെറ്റാണ് വരുന്നത് അല്ലേ. ഇവിടെ ഈ ഒരു സെറ്റും നാച്ചുറൽ നമ്പേഴ്സ് ആണ്, ഈ ഒരു സെറ്റും നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതായത് 1 2 3
4 അങ്ങനെ പോകും, 1 2 3 4 അങ്ങനെ പോകും അല്ലേ. ഇനി സപ്പോസ് ഞാൻ വൈക്ക് 2 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് പ്രീമേജ് വേണം അല്ലേ. എന്നാലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ഇവിടെ ഒരു ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് ഉള്ളത് പറയാൻ പറ്റുള്ളൂ അല്ലേ. y ഈക്വൽ ടു 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് x എന്താവും, √2 എന്ന് വരും അല്ലേ. √2ന്റെ വാല്യൂ എന്താ, 1.41 ആണ്. ഈ 1.41 എന്നുള്ളത് നമ്മളെ ഡൊമൈനിൽ ഉണ്ടോ, ഡൊമൈനിൽ 1.41 ഉണ്ടോ, ഇല്ല. അപ്പൊ 2ന് എന്തില്ല, ഒരു പ്രീമേജ് ഇല്ല. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാ, അപ്പോ ഇവിടെ സിൻസ് x ഈസ് നോട്ട് എ നാച്ചുറൽ നമ്പർ, എക്സ് എന്താണ്, ഒരു നാച്ചുറൽ നമ്പർ ആണ്. അല്ലെങ്കിൽ എക്സ് ഇവിടെ ഈ കേസിൽ എക്സ് നമുക്ക് 1.41 എന്ന് കിട്ടിയത് എന്തല്ല, ഒരു നാച്ചുറൽ നമ്പർ ആയിട്ടല്ല കിട്ടിയത്. ഓക്കെ, ദെർഫോർ സോ നമുക്ക് എന്ത് പറയാ, ഫംഗ്ഷൻ ഈസ് എന്തല്ല, ഈസ് നോട്ട് ഓൺ ടു. ഫംഗ്ഷൻ എന്തല്ല, ഒരു ഓൺ ടു ഫംഗ്ഷൻ അല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്തിരിക്കട്ടോ. വൺ 1.2 സെക്കൻഡ് ക്വസ്റ്റ്യനിലാണ് നമ്മളുള്ളത്. സബ് ക്വസ്റ്റ്യൻ 2. ഇവിടെ ഫംഗ്ഷനൊക്കെ സെയിം തന്നെയാണ്, പക്ഷെ അതിന്റെ ലിമിറ്റ് മാറിയിട്ടുണ്ട് അല്ലേ. Z to Z ആണ്. Z മീൻസ് ഏതാണ്, Z എന്ന് പറഞ്ഞാൽ ഏതാണ്, ഇൻഡിജേഴ്സ് ആണ് അല്ലേ. അപ്പൊ സെറ്റ് എയിൽ ഇൻഡിജേഴ്സ് ആണ്, സെറ്റ് ബിയിലും എന്ത് തന്നെയാണ്, ഇൻഡിജേഴ്സ് ആണ്. ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ എവിടുന്ന വരിക, -∞ തന്നെ വരിക. -3 ഉണ്ടാവും, -2 ഉണ്ടാവും, -1 ഉണ്ടാവും, 0 1 2 3 അങ്ങനെ പോകും. മൈനസും പ്ലസും ഒക്കെ പരിഗണിക്കാം അല്ലേ. -2 -1 0 1 2 3. ഓക്കെ, അത് അങ്ങനെ പോകും. ഇനി നമുക്കിത് 1 1 ആണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം അല്ലേ. 1 1 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. 1 1 ആവണം നമുക്ക്. f(x1) എന്താ ഇവിടെ, f(x1) എന്ന് പറഞ്ഞാൽ x² ആണ്. f(x2) എന്ന് പറഞ്ഞാൽ എന്താണ്, അതും x1² ആണ്. ഹിയർ x2² ആണ്. ഇനി f(x1) ഈക്വൽ ടു f(x2) ആണോ എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. x1² ഈക്വൽ ടു x2² എന്ന് പറയുമ്പോൾ x1 ഈക്വൽ ടു എന്ത് വരും, +-x2 വരും. അതല്ലെങ്കിൽ x1 ഈക്വൽ ടു എന്ത് വരും, -x1 എന്നുള്ളതും വരും. ഓക്കെ, ഇതാണ് ഇതിൽ x1ന് എന്താണ്, രണ്ട് വാല്യൂസിൽ വരാം. ഒന്നല്ലെങ്കിൽ -x2 വരാം, അല്ലെങ്കിൽ സോറി എന്ത് വരാ, ഒന്നല്ലെങ്കിൽ x2 എന്ന് വരാം, അല്ലെങ്കിൽ +x2 എന്നുള്ളത് വരാം അല്ലേ. രണ്ട് വാല്യൂസ് ഇവിടെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം സ്ക്വയറിനെ ഈക്വൽ ടുവിന്റെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ റൂട്ട് ± റൂട്ട് സംതിങ് ആണ് വരിക. ക്ലിയർ. അപ്പോൾ ഈ ഒരു കേസിൽ ഇവിടെ രണ്ടും പോസിബിൾ ആണ്. കാരണം അതവിടെ നെഗറ്റീവ് വാല്യൂസ് ഉണ്ട് അല്ലേ. മൈനസ് വരുന്നതുകൊണ്ട് തന്നെ ഈ x1ന് രണ്ടും വരാം. പക്ഷെ അപ്പോൾ എന്താവില്ല, നമുക്കിത് 1 1 ആയിട്ട് പ്രൂവ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, therefore function is not 1 1 അല്ല. ഇനി ഇത് ഓൺ ടു ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓൺ ടു ഫംഗ്ഷൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. നമ്മൾ y ഈക്വൽ ടു എന്താണ്, y/x ആണല്ലേ. സോറി y ഈക്വൽ ടു f(x) ഈക്വൽ ടു x² അല്ലേ. അപ്പോൾ y ഈക്വൽ ടു x² ആണ്. ഓക്കെ, അപ്പോൾ x ഈക്വൽ ടു എന്ത് വരും, x ഈക്വൽ ടു √y എന്ന് വരും അല്ലേ. +or- √y എന്നാണ് വരിക. ഓക്കെ, ഇനി ഇവിടെ yക്ക് ഞാൻ നെഗറ്റീവ് നമ്പർ കൊടുത്തു കഴിഞ്ഞു, മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക. കാരണം മൈനസ് ഇവിടെ പോസിബിൾ ആണല്ലോ. ഇവിടെ അല്ലേ നമ്മളെ എക്സും ഇവിടെ അല്ലേ വൈയും വരിക അല്ലേ. ഡൊമൈനിൽ എക്സും കോഡൊമൈനിൽ വൈയും വരും. വൈക്ക് ഞാൻ -3 കൊടുത്തു. -3 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എക്സിൽ എന്താ വരിക, റിയൽ നമ്പർ ആണോ വരിക, അല്ല സോറി ഇൻഡിജർ ആണോ വരിക, അല്ല. ഓക്കെ, അതൊരു ഇമേജിനറി നമ്പറായി, കോംപ്ലക്സ് നമ്പർ ആണ് വരിക അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാ, ഇതെന്തല്ല, ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു എന്ന് പറയാം. ഓക്കെ,
ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. ക്ലിയർ ആണല്ലോ. വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്തിരിക്കുക. എക്സൈസ് കട്ട്. എക്സൈസ് നമ്പർ 1.2 സെക്കൻഡ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് അടുത്ത സബ് ക്വസ്റ്റ്യൻ 3 ആണ് അല്ലേ? 3 ആണ്. ഇതേ ഫംഗ്ഷൻ തന്നെയാണ്, ഫംഗ്ഷനിലൊന്നും മാറ്റം വന്നില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ ഇൻഡിജറും നാച്ചുറൽ നമ്പറും അല്ല ഇവിടെ റേഞ്ച് ലിമിറ്റ് വരുന്നത് ഏതാണ്? R2R ആണ്. ഫംഗ്ഷൻ R2R ആണ്. ഫംഗ്ഷൻ R2R എന്ന് പറഞ്ഞാൽ ഏതാ? റിയൽ നമ്പേഴ്സ് ആണ് രണ്ട് സെറ്റിലും വരുന്നത് അല്ലേ? ഒന്നാമത്തെ സെറ്റിൽ റിയൽ നമ്പർ ആണ്, രണ്ടാമത്തെ സെറ്റിൽ എന്താണ്? റിയൽ നമ്പർ ആണ്. നമുക്കത് ഇൻഡിജർ ചെയ്ത് അതേപോലെ തന്നെ ഇത് 1 ആണോ? ഇത് 1 ആവോ? നമുക്ക് നോക്കാം. ഇത് 1 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. f(x1) = f(x2) ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം അല്ലേ? അതായത് x1² = x2² എന്ന് പറയുമ്പോൾ x1-ന് രണ്ട് വാല്യൂസ് വരും അല്ലേ? ഒന്ന് -x2 വരും, ഓർ x1 = +x2 എന്നുള്ളത് വരും. ഓക്കെ, രണ്ടും പോസിബിൾ. കാരണം എന്താ, ഇവിടെ റിയൽ നമ്പർ ആണ്. പ്ലസും ഉണ്ടാവും മൈനസും ഉണ്ടാവും. അപ്പോൾ ഇത് എന്തല്ല? therefore ഫംഗ്ഷൻ ഈസ് നോട്ട് എന്തല്ല? 1 അല്ല. 1 അല്ല. ഓക്കെ, ഇനി ഇത് ഓൺ ടു ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓൺ ടു ഫംഗ്ഷൻ ആണെന്നുള്ളത്. ഓൺ ടു ഫംഗ്ഷന് നമുക്ക് ഇവിടെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് x² ആണ്. ദാറ്റ് ഈസ് y = x², വേർ x = ±√y എന്ന് വരും. ഓക്കെ, ഈ y-ന്റെ വാല്യൂ ഞാൻ എന്ത് ചെയ്യുക? പുട്ടിങ് y = -3. കാരണം എന്താ, റിയൽ നമ്പേഴ്സിന്റെ സെറ്റിൽ ആരുണ്ട്? -3 എന്നുള്ളൊരു വാല്യൂ ഉണ്ട് അല്ലെ? മൈനസിന്റെ ടേമുകളുണ്ടല്ലോ. -3 എന്നുള്ളത് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എക്സിന്റെ വാല്യൂ എന്താ കിട്ടുക? എക്സ് നോട്ട് ബിലോങ്സ് ടു R ആണ് വരിക അല്ലെ? വൈന്റെ വാല്യൂ -3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് റിയൽ നമ്പേഴ്സ് ആണ് വരിക, അതൊരു കോംപ്ലക്സ് നമ്പർ ആണ് വരിക. therefore എന്തല്ല? ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. ഈ ഒരു ഫംഗ്ഷൻ എന്തല്ല? 1 ഫംഗ്ഷനും അല്ല, നോട്ട് ഓൺ ടു, അല്ലെങ്കിൽ ഇൻജക്റ്റീവും അല്ല, സബ്ജക്റ്റീവും അല്ല. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്യാൻ, നോട്ട് ചെയ്യാം. എക്സൈസ് 1.2 സെക്കൻഡ് ക്വസ്റ്റ്യനിൽ സബ് ക്വസ്റ്റ്യൻ 4 ആണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ ഫംഗ്ഷൻ n ആണ് അല്ലേ? ഫംഗ്ഷൻ n രണ്ട് സെറ്റും എന്താണ്? നാച്ചുറൽ നമ്പേഴ്സിന്റെ രണ്ട് സെറ്റാണുള്ളത്. ഇനി ഫംഗ്ഷൻ f(x) എന്താ തന്നുള്ളത്? x³ ആണ് തന്നുള്ളത്. x³. നമുക്കിത് 1 ആണോ 1 ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇഫ് ഇറ്റ് ഈസ് 1 ആണോ എന്നുള്ളത് നോക്കാം. ഇവിടെ f(x1)നെ നമുക്ക് എങ്ങനെ എഴുതാം? x1³ എന്ന് എഴുതിക്കൂടെ? f(x2)നെ നമുക്ക് എങ്ങനെ എഴുതാം? x2³ എന്ന് എഴുതാം അല്ലേ? ഇനി f(x1) = f(x2) ആണോ എന്നുള്ളത് നോക്കാം. f(x2) ആണോ എന്നുള്ളത് നോക്കാം. x1³
എക്സ് ടു ക്യൂബ് അല്ലെ, എക്സ് വൺ ക്യൂബ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഇവിടെ നമ്മൾ സ്ക്വയർ ടേമിനെ കൊണ്ടുപോകുമ്പോൾ പ്ലസോ മൈനസോ ഒന്നും വരാനൊന്നുമില്ല. അപ്പോൾ എക്സ് വണ്ണും എക്സ് ടു എന്ത് തന്നെയാണ്, എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു തന്നെയാണ് അല്ലെ, എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു തന്നെയാണ് വരിക. ക്ലിയർ. അപ്പോൾ therefore ഫംഗ്ഷൻ എന്താണ്, therefore ഫംഗ്ഷൻ ഈസ് 1 1 ആണ്. ഇത്ര ചെയ്താൽ മതി. ഫംഗ്ഷൻ എന്താണ്, 1 1 ഫംഗ്ഷൻ ആണ്. ഇനി ഇത് നമ്മൾ ഓൺ ടു ആണോ എന്നുള്ളത് നോക്കാം. ഓൺ ടു ഫംഗ്ഷൻ ആണോ എന്നുള്ളത് നോക്കാം. ഹിയർ y ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ് അല്ലേ. ഓക്കെ, ഈ ക്യൂബിനെ നമ്മൾ വൈൻ്റെ ഇപ്പുറം കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, എക്സ് ഈക്വൽ ടു വൈ റേസ് ടു 1/3 എന്ന് എഴുതാം. വൈ റേസ് ടു 1/3 എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ, വൈ റേസ് ടു 1/3 എന്ന് എഴുതാം. ഇനി ഞാൻ ഇവിടെ പുട്ടിങ് y ഈക്വൽ ടു 2 എന്ന് കൊടുത്തു. എവിടുന്ന് 2 എന്ന് കൊടുത്തു, നമുക്കറിയാം രണ്ട് സെറ്റും എന്താണ്, നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റാണ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റാണ് അല്ലേ. 1 2 3 അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, 1 2 3 അങ്ങനെ 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 കണ്ടിന്യൂ ചെയ്ത് പോകും. ഞാൻ വൈക്ക് 2 എന്ന് കൊടുത്തു. 2 എന്നുള്ള നാച്ചുറൽ നമ്പറിന്റെ സെറ്റിൽ ഓൾറെഡി ഉള്ളതാണ് അല്ലേ. ഇവിടെയാണ് നമ്മളെ വൈൻ്റെ ആൾക്കാർ വരിക, ഇവിടെയാണ് നമ്മളെ എക്സിന്റെ ആൾക്കാർ വരിക. ക്ലിയർ. അപ്പോൾ ഈ 2ന് കറസ്പോണ്ടിങ് പ്രീ ഇമേജ് ഉണ്ടാവുമോ, 2 റേസ് ടു 1/3 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കിട്ടുക, ഒരു നാച്ചുറൽ നമ്പർ അല്ലേ കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാ, 2 റേസ് ടു 1/3 എന്തല്ല, നോട്ട് ബിലോങ്സ് ടു എൻ, നാച്ചുറൽ നമ്പറിൽ പെട്ട ആളല്ല. അപ്പോൾ ആയതുകൊണ്ട് ഇവിടെ ഓരോ എലിമെന്റിനും കറസ്പോണ്ടിങ് കോഡൊമൈൻ ഉണ്ടാവുക, അല്ല സോറി പ്രീ ഇമേജ് ഉണ്ടാവുമോ, കോഡൊമൈനിലുള്ള ഓരോ എലിമെന്റിനും പ്രീ ഇമേജ് ഉണ്ടാവോ, ഇല്ല. അപ്പോൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഹെൻസ് എന്തല്ല, ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. ഈ ഫംഗ്ഷൻ എന്തല്ല, ഒരു ഓൺ ടു ഫംഗ്ഷൻ അല്ല എന്നുള്ളത് പറയാം. ക്ലിയർ ആണല്ലോ. വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്യാം. എക്സസൈസ് 1.2 സെക്കൻഡ് ക്വസ്റ്റ്യനിലാണ് ഉള്ളത്. നമ്മൾ സബ് ക്വസ്റ്റ്യൻ 5 എന്താണ്, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ പറയുന്നത്, ഫംഗ്ഷൻ എന്താണ്, ഫംഗ്ഷൻ സെഡ് ടു സെഡ് ആണ്. സെഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്, ഇൻഡിജേഴ്സ് ആണ് അല്ലെ, ഇൻഡിജേഴ്സ് ആണ്. ഇൻഡിജേഴ്സ് പറയുമ്പോൾ പ്ലസ് ഉണ്ടാവും മൈനസ് ഉണ്ടാവും കേട്ടോ. ഇനി ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് എന്താണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ്. ഇയർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 1 1 ആണോ ഓൺ ടു ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 1 1 ആണോ ഓൺ ടു ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. 1 1 പറയുന്ന വേറെ പേരാണ് ഇൻജക്റ്റീവ് അല്ലെ, ഇൻജക്റ്റീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ 1 1 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. നമുക്ക് 1 1 എഫ് ഓഫ് എക്സ് 1 നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് 1 ക്യൂബ് എന്ന് എഴുതാം അല്ലെ. എഫ് ഓഫ് എക്സ് 2 നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് 2 ക്യൂബ് എന്ന് എഴുതാം അല്ലെ. ഇനി എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ആണോ എഫ് ഓഫ് എക്സ് 2 എന്നുള്ളത് നോക്കല്ലേ. അപ്പോൾ എക്സ് 1 ക്യൂബ് ഈക്വൽ ആണ് എക്സ് 2 ക്യൂബ്, എങ്ങനെയെങ്കിൽ എക്സ് 1ഉം എക്സ് 2ഉം ഈക്വൽ ആണെങ്കിൽ മാത്രം അല്ലേ. ഓക്കെ, ക്യൂബിന്റെ ടേം ആണ്, നമുക്ക് പ്ലസോ മൈനസോ അതിന്റെ ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്ത് പറയാ, ഫംഗ്ഷൻ എന്താണ്, ഫംഗ്ഷൻ ഈസ് 1 1 ആണ് എന്ന് പറയാം. 1 1 ആണ്. ക്ലിയർ. ഫംഗ്ഷൻ എന്താണ്, 1 1 ആണ്. ഇനി ഇത് ഓൺ ടു ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓൺ ടു ആണോ എന്നുള്ളത്, ഹിയർ y ഈക്വൽ ടു എക്സ് ക്യൂബ് അല്ലെ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബിനെ നമുക്ക് y ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് എഴുതാം. വേറെ എക്സ് ഈക്വൽ ടു എന്ത് എഴുതാ, y റേസ് ടു 1/3 എന്ന് എഴുതാം. ഓക്കെ, ഈ y റേസ് ടു 1/3 ഇവിടെ നമുക്കറിയാം സെറ്റ് എയില് അതുപോലെ തന്നെ രണ്ടാമത്തെ സെറ്റിലും എന്താണ്, ഇൻഡിജേഴ്സ് ആണ്. അതായത് -2 -1 0 1 2 3 എന്നങ്ങനെ പോകും. ഇവിടെയും സെയിം സാധനങ്ങൾ തന്നെ അല്ലേ, 1 2 3 എന്നങ്ങനെ പോകും. ഞാനിവിടെ എക്സിന് അല്ലെങ്കിൽ വൈക്ക് ഒരു വാല്യൂ ഇട്ട് കൊടുക്കുക. വൈക്ക് ഞാൻ 2 എന്ന് കൊടുക്കുക. y ഈക്വൽ ടു 2 ആയി കഴിഞ്ഞാൽ എന്ത് വരും, എക്സിന്റെ വാല്യൂ എന്ത് വരും, എക്സ് ഈക്വൽ ടു 2 റേസ് ടു 1/3 എന്തല്ല, 2 റേസ് ടു 1/3 നോട്ട് ബിലോങ്സ് ടു സെഡ്. ഇൻഡിജറിൽ പെട്ട ആളല്ല, ഇൻഡിജർ വാല്യൂവിൽ പെട്ട ആളല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇവിടെ കറസ്പോണ്ടിങ് ഈ 2ന് എന്തുണ്ട്, 2 എന്നുള്ള ഇൻഡിജർ ആണ്, വൈയിലുള്ള ആളാണ്, ഒരു കോഡൊമൈനിലുള്ള എലമെന്റ് ആണ്, ആൾക്ക് എന്തില്ല, കറസ്പോണ്ടിങ് പ്രീ ഇമേജ് ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഹെൻസ് ദ ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു അല്ലേ, എന്തല്ല, ഒരു ഓൺ ടു ഫംഗ്ഷൻ അല്ല. ക്ലിയർ ആണല്ലോ. വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്തിരിക്കും കേട്ടോ. എക്സസൈസ് 1.2 തേർഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രൂവ് ദാറ്റ് ദ ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ അതിന്റെ റേഞ്ച് ലിമിറ്റ് തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ എന്താണ്, R to R ആണ്. രണ്ട് സെറ്റും എന്താണ്,
റിയൽ നമ്പേഴ്സ് ആണ്. ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് എന്താണ്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ആണ്. എന്താണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ? ഇതെന്തല്ല, നെയ്തർ 1 1 നോർ 1 2. ഇത് 1 1 അല്ല 1 2 അല്ല എന്നുള്ളതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, എന്താണ് ഗ്രേറ്റസ്റ്റ് എന്താണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷന്റെ ഉള്ളിൽ ഇൻറ്റിജേഴ്സ് മാത്രമേ നമുക്ക് അവിടെ വർക്കൗട്ട് ആവുള്ളൂ. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതായത് ഇവിടെ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് നമ്പേഴ്സിനെ എഴുതുക. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷന്റെ ഉള്ളിൽ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടുക? 1 തന്നെ. ഓക്കെ, ഔട്ട്പുട്ട് 1 എന്ന് കിട്ടും. ഔട്ട്പുട്ട് 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ 1.2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്താ വരിക? 1.2 അല്ല, പിന്നെ എന്താ വരിക? അതിന്റെ തൊട്ട് ബാക്കിലുള്ള ഇൻറ്റിജർ നമ്പർ ആണ് വരിക. 1.2ന്റെ തൊട്ട് ബാക്കിലുള്ള ഇൻറ്റിജർ നമ്പർ ഏതാ? 1.2ന്റെ തൊട്ട് ബാക്കിലുള്ളത് 1 ആണ്. ഇനി 1.9 കൊടുത്തു കഴിഞ്ഞാൽ ആരാ വരിക? 1.9ന്റെ തൊട്ട് ബാക്കിലുള്ള ഇൻറ്റിജർ നമ്പർ 1 ആണ് വരിക. ഇനി ഞാൻ 2.5 എന്ന് കൊടുത്തു. 2.5 എന്ന് കൊടുത്ത ഇൻറ്റിജർ നമ്പർ ആരാ വരിക? 2 ആണ് വരിക. ഇതാണ് ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, അല്ലേ? അങ്ങനെയെങ്കിൽ ഗിവൺ ഫംഗ്ഷൻ 1 1 ആണോ 1 2 ആണോ എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. ആദ്യം നമുക്ക് 1 1 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. 1 1 ഓരോ എലിമെന്റിനും എന്തുണ്ട്? ഇമേജ് ഉണ്ട് എന്നുള്ളത് നോക്കലേ. രണ്ട് സെറ്റും എന്താണ്? റിയൽ നമ്പേഴ്സിന്റെ സെറ്റാണ്. ഓക്കെ, രണ്ട് സെറ്റും റിയൽ നമ്പേഴ്സിന്റെ സെറ്റാണ്. ഞാനിവിടെ ഫംഗ്ഷൻ എന്താണ്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ആണ്. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ഓഫ് എക്സ് 1 ആണ്. ഓക്കെ, എക്സ് ആണ്. ഞാനിവിടെ എഫ് ഓഫ് 1 എന്ന് കൊടുത്തു. എഫ് ഓഫ് 1 എന്ന് കൊടുക്കുമ്പോൾ ഇതിന്റെ വാല്യൂ എന്താ വരിക? 1 ആണെന്ന് വരിക. അതായത് സെറ്റ് എയിലും സെറ്റ് ബിയിലും നമുക്ക് എന്താ ഉള്ളത്? റിയൽ നമ്പേഴ്സ് ആണ് ഉള്ളത്, അല്ലേ? R to R ആണ്. ഇതിങ്ങനെ വന്ന് 1 ഇവിടെ ഉണ്ടാവും, 2 ഉണ്ടാവും, അങ്ങനെ പോകും, അല്ലേ? ഇവിടെ അതേപോലെ തന്നെ 1 ഉണ്ടാവും, 2 ഉണ്ടാവും, അങ്ങനെ ഇൻഫിനിറ്റിക്ക് അങ്ങനെ പോകും. അപ്പോൾ ഇവിടെ ഞാൻ 1ന് 1 എന്ന് കൊടുത്തു. ഇനി ഞാൻ എഫ് ഓഫ് 1.5 എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ ആര് വരും? 1.5 ഈക്വൽ ടു എന്താ വരിക? 1 ആണ് വരിക. അതായത് ഈ എ എന്നുള്ള സെറ്റിലുള്ള 1ന്റെ ഇമേജും 1 ആണ്, 1.5ന്റെ ഇമേജും 1 ആണ്. ഇത് നടക്കൂല. നടക്കുമോ? ഇല്ല. ഇങ്ങനത്തെ ഫംഗ്ഷൻ 1 1 ആണോ? അല്ല. എന്തല്ല? യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് വേണം എന്നുള്ളതാണ് 1 1ന്റെ മുദ്രാവാക്യം. അതിവിടെ പോസിബിൾ ആണോ? അല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഡിഫറെന്റ് എലമെന്റ്സ് നമുക്കിവിടെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എഴുതി കൊടുക്കാം. ഡിഫറെന്റ് എലമെന്റ്സ് have the same image. Therefore function is not 1 1. ഫംഗ്ഷൻ എന്തല്ല? 1 1 ഫംഗ്ഷൻ അല്ല എന്നുള്ളതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്ത് കിട്ടിയത്. ഇനി ഇത് ഓൺ ടു ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അല്ലേ? ഇത് ഓൺ ടു ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. എന്താ ഓൺ ടു എന്ന് പറഞ്ഞാല് കറസ്പോണ്ടിങ് കോ ഡൊമൈനിൽ എല്ലാ എലമെന്റ്സിനും എന്ത് വേണം? നമുക്കൊരു പ്രീ ഇമേജ് വേണം, അല്ലേ? ഓൺ ടു ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കറിയാം ഇവിടെ സെറ്റ് എയില് സെറ്റ് ബിയില് റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ്. അങ്ങനെ ഇൻഫിനിറ്റിക്ക് പോകും. ഞാൻ ഇവിടെ ഫംഗ്ഷൻ എന്താ തന്നുള്ളത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ആണ്, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ആണ്. വൈ ഈക്വൽ ടു ഇങ്ങനെ എഴുതാം, അല്ലേ? വൈ ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം. ഇവിടെ ഞാൻ വൈക്ക് എന്ത് കൊടുത്തു? വൈക്ക് ഞാൻ എന്ത് കൊടുത്തു? 1.5 എന്ന് കൊടുത്തു. ഇഫ് വൈ ഈക്വൽ ടു 1.5, വൈ ഈക്വൽ ടു 1.5 കിട്ടാൻ നമുക്ക് അപ്പുറത്ത് പ്രീ ഇമേജ് പോസിബിൾ ആണോ? വൈ ഈക്വൽ ടു 1.5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്ത് പ്രീ ഇമേജ് പോസിബിൾ ആണോ? ഇല്ല. ഇനി ഞാൻ വൈ ഈക്വൽ ടു ഇതിനെന്തില്ല? നോ പ്രീ ഇമേജ് പോസിബിൾ അല്ല. ഓക്കെ, ഇനി വൈ ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. വൈ ഈക്വൽ ടു 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ
നമുക്ക് അവിടെ പ്രീ ഇമേജ് ആയിട്ട് ആര് കിട്ടും? 1 എന്ന് കിട്ടും. അപ്പൊ എന്താണ് ഇതിന്റെ മീനിങ്? എന്താ? ഈ വൈൻ്റെ വാല്യൂ എന്ത് ഇൻഡിജർ ഫങ്ഷൻസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? അപ്പുറത്ത് കറസ്പോണ്ടിങ് ഒരു ഇമേജ് പോസിബിൾ ആവുള്ളൂ. ഓക്കെ, വൈൻ്റെ വാല്യൂ ഇൻഡിജർ ഫങ്ഷൻസ് ആണെങ്കിൽ മാത്രമേ കറസ്പോണ്ടിങ് നമുക്കൊരു പ്രീ ഇമേജ് പോസിബിൾ ആവുള്ളൂ ഡൊമൈനിൽ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് ഓൺ ടു ഫങ്ഷൻ അല്ല എന്നുള്ളത് പറയാം. ഓക്കെ, നമുക്കിവിടെ എഴുതാം ദാറ്റ് ഈസ് y ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. y equal to greatest integer less than or equal to x. Okay, hence value of y will always comes an integer. വൈൻ്റെ വാല്യൂ എപ്പോഴും എങ്ങനെ വരണം? ഇൻഡിജർ വാല്യൂ ആയിട്ട് വരണം. അത് ഇവിടെ പോസിബിൾ ആണോ? ഓക്കെ, ഇവിടെ പോസിബിൾ അല്ല. ബട്ട് വൈ ഈസ് റിയൽ നമ്പർ ആണ് അല്ലേ? വൈ നമുക്ക് എന്താണ്? ഇൻഡിജർ നമ്പർ അല്ല, വൈ ഒരു റിയൽ നമ്പർ ആണ്. ദെർഫോർ നമുക്ക് എന്ത് പറയാ? ഫംഗ്ഷൻ എന്തല്ല? ദെർഫോർ ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. ഫംഗ്ഷൻ എന്തല്ല? ഒരു ഓൺ ടു ഫംഗ്ഷൻ അല്ല എന്നുള്ളത് ക്ലിയർ ആയി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ എന്തല്ല? 1 1 ഫംഗ്ഷനും അല്ല, എന്തുമല്ല, ഓൺ ടു ഫംഗ്ഷനും അല്ല. ഓക്കെ, ആ ലിമിറ്റ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ ലിമിറ്റിലും ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. ഓക്കെ, നമുക്ക് Z to Z ഒക്കെ തന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ R to R എന്നുള്ള ആ ലിമിറ്റിൽ എന്തല്ല? ഈ ഒരു ഫംഗ്ഷൻ 1 1 അല്ല, 1 2 അല്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് എഴുതിയിരിക്കട്ടോ. എക്സസൈസ് 1.2 4th ക്വസ്റ്റ്യൻ. ഹിയർ ഷോ ദാറ്റ് മോഡുലസ് ഫംഗ്ഷൻ, ഈ ഒരു ലിമിറ്റിൽ R to R എന്നുള്ള ലിമിറ്റിൽ മോഡുലസ് ഫംഗ്ഷൻ ഈസ് നെയ്തർ 1 1 നോർ ഓൺ ടു എന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഓക്കെ, 1 1 അല്ല, ഓൺ ടു അല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യണം. എന്താണ് മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ആണ്. മോഡ് എക്സിന് നമുക്കറിയാം, മോഡ് എക്സിന് വളരെ നല്ല സ്വഭാവമാണ് അല്ലേ? എക്സിന് പോസിറ്റീവ് കൊടുത്താലും നെഗറ്റീവ് കൊടുത്താലും നമുക്ക് ഔട്ട്പുട്ട് എന്താ വരിക? പോസിറ്റീവ് ആയിട്ടുള്ള ആളാണ് വരിക അല്ലേ? ഇവിടെ ഫംഗ്ഷന്റെ നമുക്ക് തന്നിട്ടുള്ളത് ഫ്രം R to R ആണ്. അതായത് രണ്ട് സെറ്റും എന്തുതന്നെയാണ്? റിയൽ നമ്പറിന്റെ രണ്ട് സെറ്റാണ് വരുന്നത്. രണ്ട് സെറ്റും എക്സിന്റെ സെറ്റും വൈൻ്റെ സെറ്റും, അതായത് ഡൊമൈനും കോഡൊമൈനും എങ്ങനെ പറയാം, ഒക്കെ എന്താണ്? റിയൽ നമ്പേഴ്സിന്റെ സെറ്റാണ് വരുന്നത്. ഇനി നമുക്കിത് 1 1 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, 1 1 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. എന്താണ് ഫംഗ്ഷൻ 1 1 ആവാൻ? നമുക്ക് ഇവിടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. ഇനി ഞാൻ എഫ് ഓഫ് 1 ചെയ്തു. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ? മോഡുലസ് ഓഫ് 1 ഈക്വൽ ടു 1 ആണ് വരിക അല്ലേ? എഫ് ഓഫ് -1 ചെയ്തു. -1 എടുക്കുക. കാരണം എന്താ? സെറ്റ് ചെയ്യാൽ ഇവിടെ റിയൽ നമ്പേഴ്സ് ആണ് വരുന്നത്. മൈനസും പ്ലസും എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ മോഡുലസ് ഓഫ് -1 വന്നു കഴിഞ്ഞാൽ 1 വന്നു. ഇത് പോസിബിൾ ആണോ? അല്ല. അപ്പോൾ നമുക്ക് പറയാം ഡിഫറെന്റ് എലമെന്റ്സ്, രണ്ട് ഡിഫറെന്റ് എലമെന്റിനും ആരെ വരുന്നത്? ഒരേ ഇമേജ് ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷനെ 1 1 എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഡിഫറെന്റ് എലമെന്റ്സ് have the same image, therefore function എന്തല്ല? is not 1 1. ഫംഗ്ഷൻ ഒരു 1 1 ഫംഗ്ഷൻ അല്ല. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇത് സിമിലർലി ഇത് ഓൺ ടു ആണോ എന്നുള്ളതൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, ഓൺ ടു ഫംഗ്ഷൻ ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്ത് നോക്കാം. നമുക്കിവിടെ എഫ് ഓഫ് എക്സ് തന്നത് മോഡുലസ് ഓഫ് മോഡ് എക്സ് ആണ്. മോഡ് എക്സ് എന്ന് പറയുമ്പോൾ y ഈക്വൽ ടു മോഡ് എക്സ് വരും അല്ലേ? y ഈക്വൽ ടു മോഡ് എക്സ് വരും. ഇവിടെ നമുക്കറിയാം സെറ്റ് 2, രണ്ടാമത്തെ സെറ്റിൽ കോഡൊമൈൻസിൽ ആരൊക്കെയാണുള്ളത്? റിയൽ നമ്പേഴ്സ് ആണുള്ളത്. അവിടെ എനിക്ക് -3 കൺസിഡർ ചെയ്യാൻ പറ്റുമോ? വൈക്ക് -3 കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് എനിക്കൊരു പ്രീ ഇമേജ് കിട്ടും. അവിടെ എനിക്കൊരു കറസ്പോണ്ടിങ് പ്രീ ഇമേജ് കിട്ടൂല, പ്രീ ഇമേജ് ഉണ്ടാവില്ല. അതേപോലെ വൈക്ക് ഞാനൊരു -2 കൊടുത്തു. -2 കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് പ്രീ ഇമേജ് ഉണ്ടാവുമോ? ഇല്ല.
അല്ലേ? അപ്പോൾ ദ വാല്യൂ ഓഫ് y ഡിഫൈൻഡ് ഓൺലി y ഈസ് പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? പക്ഷെ y എന്താണ്? റിയൽ നമ്പർ ആണ്. ദെർഫോർ ഫംഗ്ഷൻ എന്തല്ല? ഓൺ ടു ഫംഗ്ഷൻ അല്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഹെൻസ് വാല്യൂ ഓഫ് y ഡിഫൈൻഡ് ഓൺലി ഇഫ് y ഈസ് പോസിറ്റീവ് അല്ലേ? വൈൻ്റെ വാല്യൂ എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നെഗറ്റീവിന് എന്തിലുണ്ടാവില്ല? ഒരു കറസ്പോണ്ടിങ് പ്രീ ഇമേജ് നമുക്കവിടെ കിട്ടാൻ ഇമ്പോസിബിൾ ആണ്. ബട്ട് ഈ കേസിൽ എന്താണ്? y ഈസ് എ റിയൽ നമ്പർ ആണ് അല്ലേ? y ഈസ് എ റിയൽ നമ്പർ. If y is negative, there is no corresponding element of x. Element of x. Hence function എന്തല്ല? function is not onto. ഫംഗ്ഷൻ എന്തല്ല? ഒരു ഓൺ ടു ഫംഗ്ഷൻ അല്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ, വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്തിട്ട് കേട്ടോ. എക്സസൈസ് 1.2 ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ദി സിഗ്നം ഫംഗ്ഷൻ R2 R ഫംഗ്ഷൻ ഏതാണ്? സിഗ്നം ഫംഗ്ഷൻ ആണ്. ഇത് 1 അല്ല, 1 2 അല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യണം. എന്താണ് സിഗ്നം ഫംഗ്ഷൻ? സിഗ്നം ഫംഗ്ഷന്റെ ഗ്രാഫ് നമ്മൾ ഈ കഴിഞ്ഞ വർഷം എല്ലാം അടിപൊളിയായിട്ട് പഠിച്ചാണല്ലേ. വെറൈറ്റി ഫംഗ്ഷൻ ആണ്. എന്താണ് സിഗ്നം ഫംഗ്ഷൻ? ഇവിടെ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സിന് 3 വാല്യൂസേ വരുള്ളൂ. ഏതൊക്കെ? -1 1 0 അല്ലേ? ഇവിടെ -1 ആണ് കേട്ടോ. -1 1 0 3 വാല്യൂസേ വരുള്ളൂ. എപ്പോഴാണ് 1 വരിക? എക്സിന്റെ വാല്യൂ 0നേക്കാൾ വലിയ വാല്യൂ ആണെങ്കിൽ അതിന്റെ ഗ്രാഫ് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇതാ ഇങ്ങനെ വരയ്ക്കാം. എക്സിന്റെ വാല്യൂ ഇവിടെ അല്ലേ നമുക്ക് എക്സിന്റെ വാല്യൂസ് വരിക. ഇവിടെയാണ് എക്സിന്റെ വാല്യൂ വരിക. എക്സിന്റെ വാല്യൂ 0നേക്കാൾ വലുതാണെങ്കിൽ ഇവിടെ 0 ആണ് വരിക. 0നേക്കാൾ വലുതാണെങ്കിൽ വൈന്റെ വാല്യൂ എന്താ വരിക? 1 ആണ് വരിക. ഓക്കെ, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് 1 ആണ് വരിക. ഇനി എക്സിന്റെ വാല്യൂ 0നേക്കാൾ ചെറുതാണ്. എക്സിന്റെ വാല്യൂ 0നേക്കാൾ ചെറുതാണെങ്കിൽ നമുക്ക് വൈന്റെ വാല്യൂ എന്താ വരിക? -1 ആണ് വരിക. ഓക്കെ, ദിസ് ഈസ് കോൾഡ് സിഗ്നം ഫംഗ്ഷൻ. ഇതാണ് സിഗ്നം ഫംഗ്ഷൻ. ഇത് 1 1 ആണോ 1 2 ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം 1 1 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക അല്ലേ? 1 1 ആണോ ചെക്ക് ചെയ്യുക. വളരെ സിമ്പിൾ ആണ്. ഈ ഒരു ഫംഗ്ഷനിൽ ഞാൻ 0 എന്ന് കൊടുത്തു അല്ലേ? ഈ ഫംഗ്ഷൻ ഒരു സ്പ്ലിറ്റ് ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷന് 0 എന്ന് കൊടുത്തു. 0 എന്ന് കൊടുക്കുമ്പോൾ എന്താ വരിക? ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ് വരിക. അപ്പോൾ എന്തുണ്ട്? നമ്മൾ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ വൈക്ക് 0 എന്ന് കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് വൈക്ക് എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് വൈയിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഒരു ഇമേജ് കിട്ടുന്നുണ്ട് 0 എന്നുള്ള. ഇനി ഞാൻ 1 എന്ന് കൊടുത്തു. 1 എന്ന് കൊടുക്കുമ്പോൾ ആരാ വരുന്നത്? 1 തന്നെയാണ് വരുന്നത് അല്ലേ? ഇനി ഞാൻ 2 എന്ന് കൊടുത്തു. എക്സിന് 2 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ആരോ ഡയഗ്രം വരയ്ക്കുമ്പോൾ ഇത് റിയൽ നമ്പേഴ്സ് ടു റിയൽ നമ്പർ ആണ്. ഇവിടെ 0 1 2 3 ഒക്കെ ഉണ്ട്. 0 1 2 3 അങ്ങനെ പോകും. ഓക്കെ, -1 ഉണ്ട്, -1 ഉണ്ട്, അങ്ങനെ ഇൻഫിനിറ്റി അങ്ങനെ പോകും. ഓക്കെ, ഇവിടെ 0 കൊടുക്കുമ്പോൾ എനിക്ക് ഇവിടെ 0 കിട്ടി. ഓക്കെ, 1 കൊടുത്തപ്പോൾ എനിക്ക് 1 കിട്ടി. 2 കൊടുക്കുമ്പോൾ എന്താ കിട്ടണേ? 2 കൊടുക്കുമ്പോൾ 1 കിട്ടണം. കാരണം എന്താ? 2 ഹിയർ, ഇവിടെയാണ് 2 ല്ലേ? ഗ്രേറ്റർ ദാൻ 0 ആണ്. ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്താ വരിക? 1 ആണ് വരിക. ഓക്കെ, അപ്പോൾ 2 കൊടുക്കുമ്പോഴും 1 തന്നെയാണ് വരുന്നത്. ഇനി ഞാൻ 3 എന്ന് കൊടുത്തു. എഫ് ഓഫ് 3 എന്ന് കൊടുക്കുമ്പോഴും എന്ത് തന്നെയാണ്? 1 തന്നെയാണ് വരുന്നത്. അപ്പോൾ എല്ലാ ആളുകൾക്കും 0ന്റെ മുകളിൽ 1 മുതൽ അങ്ങോട്ട് പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ ആളുകൾക്കും ഒരേ ഒരു ഇമേജ്. അതാണ് ആര്? 1 എന്നുള്ളത്. ഇത് 1 1 ആണോ? 1 1 അല്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സിൻസ് ഡിഫറെന്റ് element have the same image, therefore function is not 1 1. ഈ ഫംഗ്ഷൻ എന്തല്ല? 1 1 അല്ല. ഓക്കെ, ഇനി ഇത് ഓൺ ടു ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഫംഗ്ഷൻ ഓൺ ടു ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓൺ ടുവിൽ ഈ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഈ 2 എന്നുള്ള ആൾക്ക് എന്തുണ്ടാവില്ല? കറസ്പോണ്ടിങ് പ്രീ ഇമേജ് ഉണ്ടാവില്ല. അവിടെ പ്രീ ഇമേജ് ഉള്ളത് ആർക്കൊക്കെയാണ്?
-1ന് പ്രീമേജ് -1 എന്നുണ്ട് അല്ലേ? -1ന്റെ പ്രീമേജ് -1 എന്നുണ്ട്. ഓക്കെ, അതേപോലെ 1ന്റെ പ്രീമേജ് 1 എന്നുണ്ട്, 0ന്റെ പ്രീമേജ് 0 എന്നുണ്ട്. ഇതല്ലാത്ത ബാക്കി ഒരാൾക്കും എന്തില്ല, പ്രീമേജ് ആയിട്ട് നമുക്കവിടെ വാല്യൂസ് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് എന്തല്ല, എല്ലാ ആളുകൾക്കും പ്രീമേജ് വരാത്തത് കൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ല, ഒരു ഓൺ ടു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഫംഗ്ഷൻ നമുക്ക് അവിടെ ഒരു സ്പ്ലിറ്റ് ഫംഗ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് സെറ്റ് R to R ആണ്. നമ്മളെ f(x) ഗിവൺ ഹിയർ -1 0 1 ആണ്. -1 എപ്പോഴാണ് കിട്ടുക? ഇഫ് എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ, ഇഫ് എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ, ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എഴുതാം എന്ത്, വാല്യൂ ഓഫ് f(x) ഈസ് ഡിഫൈൻഡ് ഓൺലി if x equal to ഏതൊക്കെ 1 0 -1. ഓക്കെ, for other real numbers there is no corresponding element എക്സിന് എന്തില്ല, എലമെന്റ് ഇല്ല. therefore ഫംഗ്ഷൻ എന്തല്ല, ഈസ് നോട്ട് ഓൺ ടു. ഫംഗ്ഷൻ എന്തല്ല, ഒരു ഓൺ ടു ഫംഗ്ഷൻ അല്ല. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്തോ, നോട്ട് ചെയ്തിരിക്കും കേട്ടോ. എക്സൈസ് 1.2 6th ക്വസ്റ്റ്യൻ. ലെറ്റ് എ ഈക്വൽ ടു, ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. എ ഈക്വൽ ടു 1 2 3, ബി ഈക്വൽ ടു 4 5 6 7. ഇവിടെ ഫംഗ്ഷൻ തന്നിട്ടുള്ളത് എന്താണ്, ഓർഡേർഡ് പെയർ ആയിട്ടാണ് തന്നുള്ളത് അല്ലേ? റോസ്റ്റർ ഫോമിലാണ് തന്നുള്ളത്. ബി എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി, ഷോ ദാറ്റ് ഫംഗ്ഷൻ ഈസ് 1 1. ഫംഗ്ഷൻ 1 1 ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാം. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്യാം അല്ലേ? എ എന്താന്നുള്ളത് തന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഒരു ആരോ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ ആൻസർ ആയി. ഇതാണ് സെറ്റ് എ. സെറ്റ് ബി, സെറ്റ് എയിലായിരിക്കും ഉള്ളത് 1 2 3 ഉണ്ട്. സെറ്റ് ബിയിൽ 4 ഉണ്ട്, 5 ഉണ്ട്, 6 and 7. ഓക്കെ, ഇനി ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ റിലേഷൻ ആണ് അല്ലേ? 1 ഉം 4 ഉം റിലേഷനിലാണ്, 2 ഉം 5 ഉം റിലേഷനിലാണ്, 3 ഉം 6 ഉം റിലേഷനിലാണ്. 7 ആരും ഇല്ലല്ലോ. നമുക്കിത് 1 1 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇത് 1 1 ആവണം എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണം? ഈച്ച് എലമെന്റ് ഓഫ് സെറ്റ് എ ഹാസ് യുണീക്ക് എന്തുണ്ടാവണം? ഒരു യുണീക്ക് ഇമേജ് എന്തുണ്ടാവണം? സെറ്റ് ബിയിൽ പോസിബിൾ ആവണം അല്ലെ? യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഇൻ സെറ്റ് 2. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്താ, സെറ്റ് എയിലുള്ള എല്ലാ ആളുകൾക്കും 1ന് 4 ഉണ്ട്, 2ന് 5 ഉണ്ട്, 3ന് 6 ഉണ്ട്. ഓക്കെ, 7 നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, 7 സെറ്റ് ബിയിലാണ്, അതിന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്താ, സിൻസ് every element of A has a unique image, hence function is 1 1. therefore function എന്താണ്? 1 1 ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്തെടുക്കുക. എക്സസൈസ് നമ്പർ 1.2 7th ക്വസ്റ്റ്യനിലാണ് നമ്മളുള്ളത്. എന്താണ് ക്വസ്റ്റ്യൻ ഇവിടെ തന്നുള്ളത്? ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് കേസസ്, ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വെദർ ദി ഫംഗ്ഷൻ ഈസ് 1 1 ആണോ, ഓൺ ടു ആണോ, ഓർ ബൈജക്റ്റീവ് ആണോ എന്നുള്ളത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഒന്ന് ചെക്ക് ചെയ്യണം. എന്താണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഗിവൺ ഫംഗ്ഷൻ 1 1 ആണ്, ഓൺ ടു ആണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് എന്ത്, ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്നുള്ളത് അല്ലേ? നമ്മൾ അതിന്റെ കോൺസെപ്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് ഈ ഫംഗ്ഷന്റെ സ്റ്റാറ്റസ് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇവിടെ സബ് ക്വസ്റ്റ്യൻ 1ൽ തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ എന്താണ്? R to R ആണ്. f(x) ഈക്വൽ ടു 3 - 4x ആണ്. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം ഗിവൺ ഫംഗ്ഷൻ 1 1 ആണോ എന്നുള്ളത് നോക്കാം. 1 1 ഫംഗ്ഷൻ 1 1 ഹിയർ f(x) ഈക്വൽ ടു എന്താണ്? 3 - 4x ആണ്. 3 - 4x ആണ്. വാട്ട് ഈസ് f(x1)?
എഫ് ഓഫ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെങ്ങനെ എഴുതാം 3 മൈനസ് 4x1 എന്ന് എഴുതാം അല്ലേ 3 മൈനസ് 4x1 എന്ന് എഴുതാം ഓക്കെ ആണല്ലോ ഇനി എഫ് ഓഫ് എക്സ് ടു എന്താ വരിക ഇയർ എഫ് ഓഫ് എക്സ് ടു ഈക്വൽ ടു 3 മൈനസ് 4x2 ഇനി എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ആണോ എഫ് ഓഫ് എക്സ് ടു എന്നുള്ളത് നമുക്ക് നോക്കാം എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്നുള്ളത് ഈക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും 3 മൈനസ് 4x1 ഈക്വൽ ടു 3 മൈനസ് 4x2 അല്ലേ ഈ 3 ലെഫ്റ്റ് സൈഡിക്കോ റൈറ്റ് സൈഡിക്കോ വന്നു കഴിഞ്ഞാൽ അതെന്തായി ക്യാൻസലായി ഈ 4നെ റൈറ്റോ ലെഫ്റ്റോ വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസലായി അപ്പോൾ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി therefore ഫംഗ്ഷൻ എന്താണ് ഫംഗ്ഷൻ ഈസ് 1 1 ആണ് അല്ലേ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫംഗ്ഷൻ 1 1 ആണ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇനി അത് ഓൺ ടു ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫംഗ്ഷൻ ഓൺ ടു ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എഫ് ഓഫ് എക്സ് എന്താ എന്നുള്ളത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 മൈനസ് 4x അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഫംഗ്ഷൻസ് നമ്പേഴ്സ് അല്ലെങ്കിൽ ലീനിയർ ഫംഗ്ഷൻസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം ചെക്ക് ചെയ്യാം ഒരുപാട് ഡൊമൈന് കോഡൊമൈൻ എന്ന് എടുത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ട കൺഫ്യൂസിങ് ആവേണ്ട ഒരു ആവശ്യമില്ല എങ്ങനെ നോക്കാമെന്ന് പറഞ്ഞുതരാം y ഈക്വൽ ടു 3 മൈനസ് 4x ആണല്ലോ ഇതിന് എക്സ് ഈക്വൽ ടുവിൻ്റെ ടേമിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും ഈ മൈനസ് 4x അങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ വൈനെ അങ്ങോട്ട് കൊണ്ടുപോയി അപ്പം എന്താ വരിക 4x ഈക്വൽ ടു 3 വൈനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 3 മൈനസ് വൈ എന്ന് വരും വേറെ എക്സ് ഈക്വൽ ടു 3 മൈനസ് വൈ 3 മൈനസ് വൈ ഡിവൈഡഡ് ബൈ 4 എന്ന് വരും അല്ലേ എക്സിന്റെ ടേമിൽ എഴുതുമ്പോൾ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ വൈൻ്റെ ടേമിൽ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും എക്സ് ഈക്വൽ ടു 3 മൈനസ് വൈ ബൈ 4 എന്ന് കിട്ടും ഓക്കെ ഈ ഒരു എക്സിന്റെ വാല്യൂ നമ്മൾ എഫ് ഓഫ് എക്സിൽ അപ്ലൈ ചെയ്യാം ഓക്കെ എഫ് ഓഫ് എക്സിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈക്വൽ ടു വൈ ആണോ എന്നുള്ളത് കിട്ടണമെന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ അപ്പം എന്താ നോക്കാം ചെക്കിംഗ് ഫോർ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഓക്കെ പുട്ടിംഗ് വാല്യൂ ഓഫ് എക്സ് ഇൻ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സിൽ വാല്യൂ എക്സിന്റെ വാല്യൂ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് വരും ഇവിടെ 3 മൈനസ് 4x എന്നല്ലേ 3 മൈനസ് 4x എന്നല്ല എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുത്താൽ മതി 3 മൈനസ് 4 ഇൻറ്റു എന്ത് വരും 3 മൈനസ് വൈ ബൈ 4 എന്ന് വരും ഓക്കെ ഈ ഫോറും ക്യാൻസൽ ചെയ്തൂടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 3 മൈനസ് 3 പ്ലസ് വൈ എന്ന് വരും ഇയർ 3യും 3യും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് നമുക്ക് എന്ത് കിട്ടും എഫ് ഓഫ് എക്സ് വൈ എന്ന് കിട്ടും എന്താണ് അതിന്റെ മീനിങ് എന്താ അതിന്റെ മീനിങ് എന്താ വരിക ഫോർ എവരി വൈ ബിലോങ്സ് ടു ആർ അല്ലേ നമ്മള് ഫംഗ്ഷൻ എന്താ തന്നുള്ളത് ആർ ടു ആർ ആണ് അല്ലെ രണ്ട് സെറ്റും എന്താണ് റിയൽ നമ്പേഴ്സിന്റെ രണ്ട് സെറ്റ് ആണ് ഓക്കെ there exists x belongs to r ഓരോ റിയൽ നമ്പറിൽ രണ്ടാമത്തെ സെറ്റിൽ അതായത് കോഡൊമൈനിൽ ഓരോ വൈക്കും നമ്മൾ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് എന്തുണ്ട് എക്സിൽ അതേ റിയൽ നമ്പറിന്റെ ഫസ്റ്റ് സെറ്റിൽ എക്സിൽ നമുക്ക് എന്തുണ്ടാവും വാല്യൂസ് കിട്ടും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വൈയിലുള്ള ഓരോ എലമെന്റിനും എന്തുണ്ട് ഇപ്പോൾ പ്രീ ഇമേജ് പോസിബിൾ ആണ് എന്നാണ് അതിന്റെ മീനിങ് ഓക്കെ എക്സ് ബിലോങ്സ് ടു ആർ അണ്ടർ ദി ഫംഗ്ഷൻ അല്ലെങ്കിൽ സച്ച് ദാറ്റ് ഏത് ഫംഗ്ഷൻ്റെ ഇതിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഈ ഹിയർ വൈ എന്നുള്ള ഫംഗ്ഷൻ്റെ അണ്ടറിൽ therefore നമുക്ക് എന്ത് പറയാ ഫംഗ്ഷൻ ഈസ് ഓൺ ടു ആണ് എന്ന് പറയാം അപ്പോൾ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലീനിയർ ഇങ്ങനത്തെ ഫംഗ്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓൺ ടു ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ ഈ ഒരു വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു രീതിയിൽ എഴുതിയിട്ട് ഈ ഒരു സെന്റൻസ് എഴുതിയാൽ മതി എന്താണ് ഫോർ എവരി വൈ ബിലോങ്സ് ടു ആർ ദർ എക്സിസ്റ്റ് എക്സ് ബിലോങ്സ് ടു ആർ അണ്ടർ ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ഓർ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ക്ലിയർ ആണല്ലോ ഓക്കെ വീഡിയോ പോസ് ചെയ്യുക നോട്ട് ചെയ്തെടുക്കുക എക്സസൈസ് 1.2 സെവൻത്ത് ക്വസ്റ്റ്യനിലാണ് സബ് ക്വസ്റ്റ്യൻ 2 ഇവിടെ ഫംഗ്ഷൻ ആർ ടു ആർ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് എന്താ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ് അല്ലേ ഇത് 1 1 ആണോ ഓൺ ടു ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം രണ്ടും ആണെങ്കിൽ അതെന്താണ് അത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ് വരിക അല്ലേ അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇവൺ ഫംഗ്ഷൻ 1 1 ആണോ എന്നുള്ളത് നോക്കാം
ഫംഗ്ഷൻ 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക എഫ് ഓഫ് എക്സ് എന്താണെന്നുള്ളത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സ് വൺ എന്താ? എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എന്താ വരിക? 1 പ്ലസ് എക്സ് വൺ സ്ക്വയർ എന്ന് വരും. എഫ് ഓഫ് എക്സ് ടു ഈക്വൽ ടു എന്ത് വരും? 1 പ്ലസ് എക്സ് ടു സ്ക്വയർ എന്ന് വരും അല്ലേ? എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഹിയർ 1 പ്ലസ് എക്സ് വൺ സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് എക്സ് ടു സ്ക്വയർ. 1ഉം 1ഉം ക്യാൻസൽ ചെയ്ത് പോകലോ അല്ലേ? 1ഉം 1ഉം എന്ത് ചെയ്തു? നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞൂടെ? ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? എക്സ് വൺ സ്ക്വയർ പ്ലസ് എക്സ് വൺ സ്ക്വയർ ഈക്വൽ ടു എക്സ് ടു സ്ക്വയർ എന്ന് വരും അല്ലേ? ഇതൊരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് എക്സ് വണ്ണിന് ഏതൊക്കെ വാല്യൂസ് വരിക? എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്നും വരും, ഓർ എക്സ് വൺ ഈക്വൽ ടു മൈനസ് എക്സ് ടു എന്ന് വരും അല്ലേ? എക്സ് വണ്ണിന് എന്തുണ്ട്? 2 വാല്യൂസ് ഇവിടെ പോസിബിൾ ആണ്. ഓക്കെ, എക്സ് വണ്ണിന് 2 വാല്യൂസ് ഇവിടെ പോസിബിൾ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ 1 ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ? ഇവിടെ ഫംഗ്ഷൻ എന്താണ്? റിയൽ നമ്പർ. അപ്പൊ എക്സ് വണ്ണിന് 2 വാല്യൂസ് വരുന്നതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ എന്താവില്ല? നമുക്ക് 1 എന്നുള്ള രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താ? എക്സ് വൺ ഡസ് നോട്ട് ഹാവ് എ യുണീക്ക് ഇമേജ് എന്ന് പറയാം അല്ലെ? എക്സ് വണ്ണിന് 2 വാല്യൂസ് വരുന്നതുകൊണ്ട് തന്നെ അതിനെന്തില്ല? യുണീക്ക് ഇമേജ് ആയിട്ട് നമുക്കിവിടെ പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ താഴെ എഴുതി കൊടുക്കാം. x1 does not have unique image, therefore function is not onto. ഫംഗ്ഷൻ എന്തല്ല? ഒരു onto ഫംഗ്ഷൻ അല്ല. ക്ലിയർ ആണല്ലോ? സോറി, 1 ഫംഗ്ഷൻ അല്ല, onto അല്ല, 1 ഫംഗ്ഷൻ അല്ല. ഓക്കെ, ഇനി നമുക്ക് ഇത് onto ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാം. onto ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇവിടെ എഫ് ഓഫ് എക്സ് എന്താ എന്നുള്ളത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, അതായത് y ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. എക്സിന്റെ ടേമിൽ എഴുതുകയാണെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ മൈനസ് 1 എന്ന് എഴുതാം. എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് വൈ മൈനസ് 1 എന്ന് വരും. ഓക്കെ, ഇവിടെ നമ്മളെ ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ ആർ ടു ആർ ആണ് അല്ലേ? റിയൽ നമ്പേഴ്സ് ടു 2 സെറ്റും എന്താണ്? റിയൽ നമ്പറിന്റെ സെറ്റ് ആണ്. അപ്പൊ രണ്ടാമത്തെ കോഡൊമൈനിലും എന്താണ്? റിയൽ നമ്പറിന്റെ സെറ്റ് ആണ്. അപ്പൊ നമ്മൾ വൈക്ക് എന്ത് വരും? പ്ലസ് വാല്യൂസും വരും, അതായത് നെഗറ്റീവ് വാല്യൂസും വരും. വിച്ച് മീൻസ് ഈ റൂട്ടിനകത്ത് അവിടെ ഒരു കോംപ്ലക്സ് നമ്പർ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ? കോംപ്ലക്സ് നമ്പർ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാ? ഈ ഒരു ഫംഗ്ഷൻ എന്തല്ല? ഓൺ ടു ഫംഗ്ഷൻ അല്ല. ക്ലിയർ? ഇവിടെ എന്തുണ്ട്? വൈക്ക് പ്ലസ് വാല്യൂസും മൈനസ് വാല്യൂസും വരാനുള്ള പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ കോംപ്ലക്സ് നമ്പർ വരും. അപ്പൊ അതെന്തല്ല? നമുക്ക് കറസ്പോണ്ടിങ് ഒരു പ്രീ ഇമേജ് നമുക്കിവിടെ പോസിബിൾ ആവില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ, ജസ്റ്റ് സെന്റൻസ് എഴുതി കൊടുക്കുക. വിച്ച് ഈസ് നോട്ട് പോസിബിൾ ടു ആസ് റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പർ is not real, so therefore function is not onto. അപ്പോൾ ഈ രണ്ടാമത്തെ കേസിൽ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ എന്തല്ല? 1 അല്ല, onto ഫംഗ്ഷനും അല്ല. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്യുക. എക്സസൈസ് 1.2 8th ക്വസ്റ്റ്യൻ. ലെറ്റ് എ ആൻഡ് ബി സെറ്റ്സ്. എയും ബി 2 സെറ്റുകളാണ് കേട്ടോ. ഷോ ദാറ്റ് ഫംഗ്ഷൻ എ ക്രോസ് ബി ഫംഗ്ഷൻ ടു ബി ക്രോസ് എ. ഓക്കെ, സച്ച് ദാറ്റ് ഫംഗ്ഷൻ ഓഫ് എ ബി ഈക്വൽ ആണ് ബി എക്ക് ഈസ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഇതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഓക്കെ,
എന്താണ് ഇവിടെ ഫംഗ്ഷൻ എ ക്രോസ് ബി ടു ബി ക്രോസ് എ എന്ന് പറഞ്ഞത്? നമുക്ക് സാധാരണ ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഇതുവരെ ചെയ്തതുള്ളത്? ആർ ടു ആർ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അല്ലേ? അതുപോലെ എൻ ടു എൻ എന്നുള്ളത് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ആദ്യം നമ്മൾ എ ക്രോസ് ബി ടു ബി ക്രോസ് എ എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിനുശേഷം നമുക്കിത് 1 1 1 2 ആണോ ബൈജക്റ്റീവ് ആണോ എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ഞാനിവിടെ സെറ്റ് എക്ക് ഞാൻ 3 എലമെന്റ് എടുത്തു, 1 2 3. ഓക്കെ, സെറ്റ് ബി വിച്ച് ഇസ് ഈക്വൽ ടു 4 5 6 ആണ്, 4 5 6 ആണ്. ഓക്കെ, ഇനി എന്താണ് സെറ്റ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാല്? സെറ്റ് ഓഫ് 1 4 1 5 1 6 വരും, 2 4 2 5 അല്ലെ? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് 2 സെറ്റ് അല്ലേ വരുന്നത്? 2 6 വരും, 3 4 വരും, 3 5 വരും, ഇവിടെ 5 ആണ്, ആൻഡ് 3 6 വരും അല്ലെ? ഇത്രയും ഓർഡേഡ് പെയറിന്റെ സെറ്റ് ആണ് വരിക. ഇനി വാട്ട് ഈസ് ബി ക്രോസ് എ? ബി ക്രോസ് എ ഈക്വൽ ടു എന്താ വരിക? ബി ക്രോസ് എ എന്ന് പറയുമ്പോൾ ബിന്റെ നമ്പറാണ് ഓർഡേഡ് പെയറിൽ ഫസ്റ്റ് വരിക അല്ലെ? അപ്പൊ 4 1 വരും അല്ലെ? 4 1 വരും. അടുത്തത് 4 2 4 3 അല്ലെ? ഇത്ര നമ്പേഴ്സ്. ഇനി 5 5 1 വരും, 5 2 വരും, 5 3 വരും. ഇനി 6 1 വരും, 6 2 ആൻഡ് 6 3. ഇതാണ് എ ക്രോസ് ബിയും ബി ക്രോസ് എയും. അപ്പോ റിലേഷൻ എവിടുന്ന് എങ്ങോട്ടാണ്? ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മളെ റിലേഷൻ വരുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിന്റെ സെറ്റ് എയിൽ ആരൊക്കെ ഉണ്ടാവും? ആക്ച്വൽ കേസിൽ ഇതിന്റെ സെറ്റ് എയില് അല്ലെ? എ ക്രോസ് ബി ബി ക്രോസ് എ ആണ് വരുന്നത്. ഇതിന്റെ സെറ്റ് എയിൽ ആരൊക്കെ ഉണ്ടാവും? 1 4. ഓരോ ഓർഡേഡ് പെയർ ഇവിടെ വരും. 1 4 വരും, കറസ്പോണ്ടിങ് 4 1 വരും. ഓക്കെ, 1 5 വരും, ഇവിടെ 5 1 വരും. അങ്ങനെ 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 പോയിട്ട് ലാസ്റ്റ് 6 3 വരും ആൻഡ് 3 6 വരും. ഇതാണ് ഇവിടെ മീൻ ചെയ്തത്. എ ക്രോസ് ബി ടു ബി ക്രോസ് എ എന്ന ഫംഗ്ഷനെ ഇവിടെ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്. ഇനി അവിടെ നമുക്കൊരു ഹിന്റും കൂടി തരുന്നുണ്ട്. ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ എ ബി ഈക്വൽ ആണ്. ഇതിന് ബി എക്ക് ഈക്വൽ ആണ്. അതെങ്ങനെ? ഇവിടെ നോക്കുക. ഫംഗ്ഷൻ എ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഫംഗ്ഷൻ എ കോമ ബി ഈക്വൽ ആണ് ബി കോമ എക്ക് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ 1 4 ഈക്വൽ ആണ് 4 1 ഈക്വൽ ആണ് എന്നാണ് അത് അവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ നമുക്ക് തന്ന ഫംഗ്ഷനും അതിന്റെ റേഞ്ച് മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഇനി ഇത് 1 1 ആണോ 1 2 ആണോ എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. 1 1 എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിവിടെ സെറ്റ് ഡിഫൈൻ ചെയ്തു അല്ലേ? ഈ സെറ്റിലുള്ള ഓരോ എലമെന്റിനും എന്ത് വേണം? കറസ്പോണ്ടിങ് ഇമേജ് അവിടെ വേണം. സിമിലർലി 1 2 എന്നുള്ളതിന് ഓരോ കോഡൊമൈനിലുള്ള ഓരോ എലമെന്റിനും എന്ത് വേണം? ഒരു പ്രീ ഇമേജ് നമുക്കിവിടെ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? ഗിവൺ ഫംഗ്ഷൻ ഈസ് 1 1 ആൻഡ് 1 2 എന്നുള്ളത് പറയാം. ആദ്യം നമുക്കിത് 1 1 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, ആദ്യം ഗിവൺ ഫംഗ്ഷൻ 1 1 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് തന്നുണ്ട്? ബി കോമ എ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നുള്ളത് അല്ലെ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ബി കോമ എ എന്നുള്ളതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നുള്ളത്. ഓക്കെ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എ ബി ഈക്വൽ ടു ബി കോമ എ ആണല്ലോ. അപ്പൊ അതിനെയാണ് ഞാൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ബി കോമ എ എന്നുള്ളത് കൺസിഡർ ചെയ്ത്. അങ്ങനെയെങ്കിൽ എഫ് ഓഫ് എക്സ് 1 എന്നുള്ളത് നമുക്ക് എങ്ങനെ എടുക്കാം? ബി 1 കോമ എ 1 എന്നുള്ളത് എടുക്കാം അല്ലെ? ബി 1 കോമ എ 1 എന്ന് എടുക്കാം. എഫ് ഓഫ് x2 which is equal to എന്താ വരിക? b2 കോമ a2 എന്ന് വരും. ഇനി ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്ത് നോക്കുക. എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 b1 കോമ a1 ഈക്വൽ ടു b2 കോമ a2. എന്താണ് ഇതിന്റെ മീനിങ്? നമുക്ക് എങ്ങനെ പറയാം? ഹെൻസ് ഇത് പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? b1 ഈക്വൽ ടു b2 ആവണം. സിമിലർലി a1 ഈക്വൽ ടു a2 ആവണം. ഓക്കെ, ഈ ഒരു ഇത് പോസിബിൾ ആണെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഈ ഒരു റിലേഷനിലേക്ക് എത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാ?
ഗിവൺ ഫംഗ്ഷൻ ഈസ് 1 1 ആണ് എന്ന് പറയാം. ഓക്കെ, ഗിവൺ ഫംഗ്ഷൻ എന്താണ്? 1 1 ആണ്. ക്ലിയർ ആണല്ലോ? ഹെൻസ് ഫംഗ്ഷൻ ഈസ് 1 1. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ 1 1 ആണെന്നുള്ളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഓൺ ടു ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഗിവൺ ഫംഗ്ഷൻ ഓൺ ടു ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിവിടെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ എ ക്രോസ് ബി റേഞ്ച് അതിൻ്റെ എ ക്രോസ് ബി ടു ബി ക്രോസ് എ ആണ് അല്ലേ? അതായത് എഫ് ഓഫ് എ ബി ഈക്വൽ ആണ് എന്തിന്? ബി എക്ക് ഈക്വൽ ആണ് എന്നുള്ളത് തന്നിട്ടുണ്ട്. ഓക്കെ, എ ബി ഈക്വൽ ബി എ എന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ബി എ എന്ന് എഴുതാം. വൈ ഈക്വൽ ടു ബി കോമ എ എന്ന് എഴുതാം അല്ലേ? ഈ ബി കോമ എ എന്ന് പറഞ്ഞാൽ എന്താ? ബി കോമ എവരി ബി കോമ എ ബിലോങ്സ് ടു സെറ്റ് ഏതാണ്? ബി കോമ എ പറയുമ്പോൾ ബി ക്രോസ് എ എന്നുള്ള സെറ്റ് എന്നാണ്. സിമിലർലി എ കോമ ബി ബിലോങ്സ് ടു എ ക്രോസ് ബി എന്നുള്ള സെറ്റ് എന്നാണ് അല്ലേ? അപ്പോൾ ദിസ് ഈസ് പോസിബിൾ ഫോർ, ഇതിന് നമുക്ക് എന്ത് പറയാം? ഇവിടെ പോസിബിൾ ആണ്. ഓരോ കോഡൊമൈനിലുള്ള ഓരോ എലിമെന്റിനും എന്തുണ്ട്? കറസ്പോണ്ടിങ് പ്രീ ഇമേജ് ഇവിടെ പോസിബിൾ ആണ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്ത് പറയാം? ദെർഫോർ ഫംഗ്ഷൻ ഈസ് ഓൺ ടു. ഈ ഫംഗ്ഷൻ എന്താണ്? ഓൺ ടു ഫംഗ്ഷൻ ആണ്. ഇയർ ഫംഗ്ഷൻ 1 1 ആണ്, ഓൺ ടു ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫംഗ്ഷനെ എന്ത് പറയാം? എൻ്റെ ഫംഗ്ഷനെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാം. ഹെൻസ് ഫംഗ്ഷൻ ഈസ് 1 1 ആൻഡ് ഓൺ ടു that is bijective. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്തെടുക്കുക. എക്സസൈസ് 1.2 9th ക്വസ്റ്റ്യൻ. ഓക്കെ, ഹിയർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. n to n ആണ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ 2 സെറ്റാണ്, സെറ്റ് എയും ബിയും. ഇനി ഡിഫൈൻഡ് എഫ് ഓഫ് n എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു സ്പ്ലിറ്റ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ? ഓൾ n ബിലോങ്സ് ടു n ആണ്. എല്ലാ എന്നും എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമ്മളിവിടെ n അപ്ലൈ ചെയ്യേണ്ടത്. സ്റ്റേറ്റ് വെദർ ദി ഫംഗ്ഷൻ ഈസ് ബൈജക്റ്റീവ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇത് ബൈജക്റ്റീവ് ആണോ, അതായത് ഗിവൺ ഫംഗ്ഷൻ 1 1 ആണോ ഓൺ ടു ആണോ എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് ആദ്യം 1 1 ആണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1 1 ആണോ എന്നുള്ളത് ഓരോ ഡൊമൈനിലുള്ള ഓരോ എലിമെന്റിനും ഇമേജ്, എക്സാക്ട് ഇമേജ്, യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് പോസിബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ, ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. എഫ് ഓഫ് x1 x2 എടുത്ത് ഇത് ചെയ്യണമെന്നില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഞാൻ ആദ്യം എന്ത് കൊടുത്തു? n ഈക്വൽ ടു 1 എന്ന് കൊടുത്തു അല്ലേ? n ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓഡ് നമ്പർ ആണ്. എന്നിനും ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പർ ആണ് എങ്കിൽ നമ്മൾ ഏത് ഫംഗ്ഷനാണ് കൺസിഡർ ചെയ്യേണ്ടത്? എഫ് ഓഫ് n ഈക്വൽ ടു സോറി എഫ് ഓഫ് 1 അല്ലേ വരിക? എഫ് ഓഫ് 1 ഈക്വൽ ടു ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ n+1/2 എന്നുള്ള ഫംഗ്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ n ന് 1 കൊടുത്തു കഴിഞ്ഞാൽ 1+1/2 1+1 2/2 ഈക്വൽ ടു അതിൻ്റെ വാല്യൂ എന്താണ്? 1 എന്ന് വരിക. അപ്പോൾ n ന് നമ്മുടെ ഡൊമൈനിൽ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് നമ്മൾ രണ്ടാമത്തെ സെറ്റിൽ നമുക്കവിടെ ഇമേജ് ആയിട്ട് എത്ര വരിക? 1 ആണ് ഇമേജ് വരിക. ഇനി ഞാൻ n ഈക്വൽ ടു 2 എന്ന് കൊടുത്തു. 2 എന്നുള്ളത് എന്താണ്? ഒരു ഈവൻ നമ്പർ ആണ് അല്ലേ? ദാറ്റ് ഈസ് എഫ് ഓഫ് 2 ഈക്വൽ ടു ഈവൻ നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഫംഗ്ഷനെ കൺസിഡർ ചെയ്യേണ്ടത്? രണ്ടാമത്തെ ഫംഗ്ഷനാണ് n/2 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് വരും? n/2 ഈക്വൽ ടു 2/2 ഈക്വൽ ടു 1. ഇത് ഇവിടെ തന്നെ ഫെയിലായി. കാരണം എന്താ? എഫ് ഓഫ് 1ഉം n-ന് 1ഉം എന്നുള്ള നമ്പർ കൊടുക്കുമ്പോഴും 1ലും 2ലും ഈ സെറ്റ് എയിലുള്ള ഈ എലമെന്റിന് ഒരേ ഇമേജ് ആണ് വരുന്നത്. അത് എത്രയാണ്? 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഗിവൺ ഫംഗ്ഷൻ ഈസ് നോട്ട് 1 1 എന്നുള്ളത് പറയാം. ഓക്കെ, ബോത്ത് f of 1 and f of 2 have same image 1. Therefore function not 1 1. ഫംഗ്ഷൻ എന്തല്ല? ഒരു 1 1 ഫംഗ്ഷൻ അല്ല. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇത് ഓൺ ടു ഫംഗ്ഷൻ ആണോ എന്നുള്ളതും കൂടി പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ അല്ല എന്നുള്ളത് നമുക്ക് ഇവിടെ തന്നെ കിട്ടി. ഇനി ഇത് ഓൺ ടു ഫംഗ്ഷൻ ആണോ എന്നുള്ളതും കൂടി നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഓൺ ടു ഫംഗ്ഷൻ ആവാൻ നമുക്കിവിടെ 2 ഫംഗ്ഷന് തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് 2 കേസിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഒരു കേസ് എന്താണ്? y ഈക്വൽ ടു
എൻ പ്ലസ് 1/2. അപ്പോൾ എന്നിന്റെ വാല്യൂ ഓഡ് നമ്പർ ആകുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? n പ്ലസ് 1/2 ആണ്. y ഈക്വൽ ടു n/2 ആണ് ഇഫ് n ഈസ് ഈവൻ ആകുമ്പോൾ. ഓക്കെ, ഇതിനെ നമ്മൾ എന്നിന്റെ ടേമിലേക്ക് കൊണ്ടുവരുമ്പോൾ 2y ഈക്വൽ ടു n പ്ലസ് 1 എന്ന് വരും. വേറെ n ഈക്വൽ ടു 2y മൈനസ് 1 ബൈ സോറി 2y മൈനസ് 1 എന്ന് മാത്രം വരും അല്ലേ. n ഈക്വൽ ടു 2y മൈനസ് 1 എന്ന് വരും. ഓക്കെ, ഇനി ഇത് ഓഡ് നമ്പർ n ഓഡ് നമ്പർ ആവേണ്ട കേസ് രണ്ടും കൺസിഡർ ചെയ്യണം അല്ലേ. കാരണം എന്താ, ആ സെറ്റിൽ കംപ്ലീറ്റ് നാച്ചുറൽ നമ്പർ ഉള്ളത്, അതിൽ ഓടും ഉണ്ട് ഈവനും ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും കറസ്പോണ്ടിങ് പ്രീ ഇമേജ് പോസിബിൾ ആണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത്. ഓക്കെ, ഇവിടെ 2y ഈക്വൽ ടു n വരും. അപ്പോൾ n ഈക്വൽ ടു എന്ത് വരും? n ഈക്വൽ ടു 2y എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ നോക്കാം n എന്നുള്ളത് എന്താണ്? ഒരു നാച്ചുറൽ നമ്പർ ആണ്. n എന്നുള്ളത് നാച്ചുറൽ നമ്പർ ആണ്. അതുപോലെ തന്നെ y എന്നുള്ളത് എന്ത് തന്നെയാണ്? ഒരു നാച്ചുറൽ നമ്പർ ആണ്. അപ്പോൾ n 2y മൈനസ് 1 എന്നുള്ളത് നാച്ചുറൽ നമ്പർ ആണ്. കറസ്പോണ്ടിങ് y എന്നുള്ളത് നാച്ചുറൽ നമ്പർ ആണ്. ഇവിടെ n 2y എന്നുള്ള നാച്ചുറൽ നമ്പർ ആണ്, y എന്നുള്ളത് നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് തന്നെ ഓരോ എലമെന്റിനും വേർ y ബിലോങ്സ് ടു n, സിമിലർലി x ഓൾസോ ബിലോങ്സ് ടു n. ഓരോ എലമെന്റിനും എന്തുണ്ടാവും? കറസ്പോണ്ടിങ് പ്രീ ഇമേജ് ഈ ഒരു ഫംഗ്ഷനിൽ പോസിബിൾ ആണ്. ഓക്കെ, ഇത്രയും പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്താ? hence for y is natural number, n equal to 2y minus 1 is also natural number, also a natural number. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എങ്ങനെ തന്നെയാണ്? hence for y is a natural number, y is a natural number. n equal to 2y is also a natural number, also a natural number. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ലാസ്റ്റ് ആൻസർ എഴുതാം. for every thus every y belongs to n, there exists x belongs to n such that f of n equal to y എന്നുള്ളത് നമുക്ക് പറയാം. therefore ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ ഈസ് ഓൺ ടു ഫംഗ്ഷൻ ആണ്. ഗിവൺ ഫംഗ്ഷൻ എന്താണ്? ഓൺ ടു ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമുക്കിത് ബൈജക്റ്റീവ് ആണോ എന്നുള്ളത് ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഇത് 1 ഫംഗ്ഷൻ അല്ല, പക്ഷേ ഇതെന്താണ്? ഓൺ ടു ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ ബൈജക്റ്റീവ് എന്ന് പറയാൻ കഴിയില്ല. ഓക്കെ, ബൈജക്റ്റീവ് ഫംഗ്ഷൻ അല്ല. ഇതാണ് ഇതിൻ്റെ ഫൈനൽ സൊല്യൂഷൻ. ക്ലിയർ ആയിട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യും. എക്സസൈസ് 1.2 10th ക്വസ്റ്റ്യൻ. ലെറ്റ് എ ഈക്വൽ ടു എ എന്നുള്ള സെറ്റ് തന്നിട്ടുണ്ട്. എന്താണ്? റിയൽ നമ്പർ ആണ് എക്സെപ്റ്റ് 3 ഒഴികെയുള്ള ബാക്കി എല്ലാ റിയൽ വാല്യൂസ് വരും, റിയൽ നമ്പേഴ്സ് വരും. അതുപോലെ തന്നെ ബി എന്നുള്ള സെറ്റ് തന്നിട്ടുണ്ട് r-1 എക്സെപ്റ്റ് 1 ഒഴികെയുള്ള ബാക്കി എല്ലാ റിയൽ നമ്പേഴ്സ് വരും. ഇതാണ് 2a b എന്നുള്ള സെറ്റുകൾ നമുക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. കൺസിഡർ ദി ഫംഗ്ഷൻ a to b. ഓക്കെ, a to b ല് f of x ഈക്വൽ ടു എന്താ വരുന്നത്? f of x ഈക്വൽ ടു x-2 ഡിവൈഡഡ് ബൈ x-3 ഈസ് ഫംഗ്ഷൻ 1 ആണോ ആൻഡ് ഓൺ ടു. ജസ്റ്റിഫൈ യുവർ ആൻസർ. 1 ആണോ ഓൺ ടു ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. കുറച്ച് ലെങ്തി ആയിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 1 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. 1 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇയർ എഫ് ഓഫ് എക്സ് എത്ര നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താ വരിക? x-2 ഡിവൈഡഡ് ബൈ x-3 എന്ന് വരും അല്ലേ? വാട്ട് ഈസ് എഫ് ഓഫ് x1? എഫ് ഓഫ് x1 എന്താ വരിക? എഫ് ഓഫ് x1 ഈക്വൽ ടു x1-2 ഡിവൈഡഡ് ബൈ x1-3 അല്ലേ? സിമിലർലി എഫ് ഓഫ് x2 ഈക്വൽ ടു x2-2 ഡിവൈഡഡ് ബൈ x2-3. ക്ലിയർ അല്ലേ? ഇനി എഫ് ഓഫ് x1ഉം എഫ് ഓഫ് x2 തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് നോക്കുക. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് വരുമ്പോൾ നമുക്ക് എന്ത് വരും? x1-2 ഡിവൈഡഡ് ബൈ x1-3 ഈക്വൽ ടു x2-2 ഡിവൈഡഡ് ബൈ -3.
അല്ലേ, x2 - 3. ഓക്കെ, ഇതിനെ നമുക്ക് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. അപ്പോൾ എന്ത് വരും, x1 - 2 ഇൻറ്റു x2 - 3 ഈക്വൽ ടു x2 - 2 ഇൻറ്റു x1 - 3. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ x1 ഇൻറ്റു x2 - 3 മൈനസ് 2 ഇൻറ്റു x2 - 3 ഈക്വൽ ടു x2 ഇൻറ്റു x1 - 3 മൈനസ് 2 ഇൻറ്റു x1 - 3. ഓരോ എലിമെൻ്റ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ എന്ത് വരും, x1 ഇൻറ്റു x2 മൈനസ് 3x1 മൈനസ് 2x2 മൈനസ് 6 ഈക്വൽ ടു x2 ഇൻറ്റു x1 മൈനസ് 3x2 മൈനസ് 2x1 പ്ലസ് ആണ് വരിക കേട്ടോ. മൈനസ് ഇൻറ്റു മൈനസ് പറഞ്ഞാൽ പ്ലസ് അല്ല, പ്ലസ് 6. ഓക്കെ, ഇനി നമുക്ക് ഇതിനെന്ത് ചെയ്യാം, ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം അല്ലേ, ഏതൊക്കെ വാല്യൂസ് ക്യാൻസലേഷൻ ആരൊക്കെ വരുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ചെയ്ത് നോക്കാം. ഇവിടെ x1 x2 എന്നുള്ള ഈ ടേമും ഇവിടെ ഒരു x1 x2 എന്നുള്ള ഈ ഒരു ടേം ക്യാൻസൽ ചെയ്ത് പോകും. ഒരു ടേമും ഈക്വൽ ടുവിൻ്റെ അപ്പുറം വരുമ്പോൾ എന്താവും, അത് ക്യാൻസൽ ചെയ്ത് പോകും. ക്യാൻസൽ ചെയ്തതിൻ്റെ ശേഷം നമുക്ക് കിട്ടുന്നത് -3x1. ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ളത് ആരൊക്കെ, -3x1ഉം -2x2 ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ആരുണ്ട്, -3x2 ഉണ്ട്, -2x1 ഉണ്ട്. ഓക്കെ അല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്തു, ഈ 3x2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അല്ലേ. എല്ലാവരും x1ഉം x1നെ ഒരു സൈഡിക്കും x2ൻ്റെ ടേമിനെ ഒരു സൈഡിക്കും കൊണ്ടുപോകാം. നമ്മളിത് മൈനസ് ഇതാക്കാൻ ഓക്കെ ചെയ്ത് നോക്കാം. -3x1 ഇവിടെ നിർത്തി, ഇവിടെ +2x1 ഇവിടെ ഉണ്ട്. ഓക്കെ, ഈക്വൽ ടു -3x2 ഇവിടെ ഉണ്ട്, +2x2 ഉണ്ട്. ഓക്കെ, 2 - 3 എത്ര വരുന്നത്, 2 - 3 എന്ന് പറഞ്ഞാൽ -x1 എന്ന് വരും. ഓക്കെ, ഈക്വൽ ടു 2 - 3 പറഞ്ഞാൽ -x2 എന്ന് വരും. അതായത് x1 ഈക്വൽ ടു x2 എന്ന് എഴുതുക. രണ്ട് സൈഡിൽ നിന്നും -1നെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ x1 ഈക്വൽ ടു x2 എന്നുള്ളത് നമുക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, therefore ഫംഗ്ഷൻ എന്താണ്, ഫംഗ്ഷൻ ഈസ് 1 ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഫംഗ്ഷൻ ഈസ് 1 ആണ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഇത് ഓൺ ടു ഫംഗ്ഷൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓൺ ടു ഫംഗ്ഷൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഗിവൺ ഫംഗ്ഷൻ ഓൺ2 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, എന്താണ് നമുക്കിവിടെ ഫംഗ്ഷൻ തന്നുള്ളത്, ഓൺ2. ചെക്ക് ഓൺ2. ഫംഗ്ഷൻ എന്താ തന്നുള്ളത്, f(x) ഈക്വൽ ടു x - 2 ഡിവൈഡഡ് ബൈ x - 3 അല്ലേ. നമുക്കിതിനെ എക്സിൻ്റെ ടേമിൽ x ഈക്വൽ ടു എന്നുള്ള ടേമിലേക്ക് എഴുതണം. y ഈക്വൽ ടു x - 2 ഡിവൈഡഡ് ബൈ x - 3 എന്ന് എഴുതാം. നമുക്കിവിടെ തന്നിട്ടുണ്ട് y ബിലോങ്സ് ടു എന്താണ്, r - 1 ആണെന്നുള്ളത് അല്ലേ. 1 ഒഴികെയുള്ള ബാക്കി എല്ലാ വാല്യൂസും വൈയിൽ നമുക്ക് റിയൽ നമ്പേഴ്സിൻ്റെ ഇതായിട്ട് കൊടുക്കാം. ഇനി ഇതിനെ എക്സിൻ്റെ ടേമിലേക്ക്, x ഈക്വൽ ടു എന്നുള്ള ടേമിലേക്ക് നമുക്ക് എങ്ങനെ എഴുതാം, ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. y ഇൻറ്റു x - 3 ഈക്വൽ ടു x - 2, x - 3y ഈക്വൽ ടു x - 2. ഓക്കെ, ഇനി ഈ എക്സിനെ ഈക്വൽ ടുവിൻ്റെ അപ്പുറം കൊണ്ടുവന്ന് വൈനെ ഞാൻ ഈ 3yനെ അപ്പുറം കൊണ്ടുപോയി. അപ്പം എന്ത് വരും, yx - x ഈക്വൽ ടു 3y പ്ലസ് ആവും, 3y - 2. ഇതിന്നൊരു എക്സ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ y - 1 ഈക്വൽ ടു 3y - 2 എന്നാവും. വേർ x ഈക്വൽ ടു എങ്ങനെ വരും, 3y - 2 ഡിവൈഡഡ് ബൈ y - 1 എന്നുള്ളൊരു ഫംഗ്ഷൻ ആയിട്ട് വരും. x ഈക്വൽ ടു 3y - 1 ഡിവൈഡഡ് ബൈ 3y - 2 ഡിവൈഡഡ് ബൈ y - 1, വേർ y എന്താ ബിലോങ്സ് ടു r - 1 ആണ്. ഓക്കെ, y ബിലോങ്സ് ടു r - 1 ആണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ f(x)ൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണ് അതിൻ്റെ ഈക്വൽ ഓപ്പോസിറ്റ്, നമുക്ക് അതിന്
പ്രീ ഇമേജ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അല്ലേ. നമുക്ക് എന്താണ് എഫ് ഓഫ് എക്സ് എന്നുള്ളത്? എഫ് ഓഫ് എക്സിൽ ഈ എക്സിന്റെ വാല്യൂവിന്റെ പ്ലേസിൽ നമുക്ക് 3y - 2 ഡിവൈഡ് ബൈ y - 1 എന്നുള്ള അപ്ലൈ ചെയ്താൽ മതി. എന്താണ് എഫ് ഓഫ് എക്സ് എന്നുള്ളത്? 3y എഫ് ഓഫ് എക്സ് എന്താന്നുള്ളത് എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ആണ് അല്ലേ. എക്സിന്റെ പ്ലേസിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് എന്ത് വരും? 3y - 2 ഡിവൈഡഡ് ബൈ y - 1. ഓക്കെ, -2 ന്യൂമറേറ്ററിൽ, ഡിനോമിനേറ്ററിൽ എങ്ങനെ വരും? 3y - 2 ഡിവൈഡഡ് ബൈ y - 1 -3 എന്ന് വരും. ഓക്കെ, ഇതിനെ നമ്മൾ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 3y - 2 മൈനസ് ഓഫ് 2 ഇൻറ്റു y - 1 ഓൾ ഡിവൈഡഡ് ബൈ y - 1 ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സെറ്റിൽ 3y - 2 മൈനസ് 3 ഇൻറ്റു y - 1 ഓൾ ഡിവൈഡഡ് ബൈ y - 1. ഓക്കെ, ഈ y - 1ഉം y - 1ഉം ക്യാൻസൽ ആവില്ലേ. ഇനി അഥവാ ഡിനോമിനേറ്ററിനെ നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് മുകളിൽ പോയാലും എന്തായാലും ആ y - 1 എന്നുള്ള ടേം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഈക്വൽ ടു, ഇനി അവിടെ ആ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ആയി കഴിഞ്ഞാൽ വേറെ ആരൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. 3y - 2 മൈനസ് 2y, ബ്രാക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ -2y + 1 ഓൾ ഡിവൈഡഡ് ബൈ 3y - 2 മൈനസ് 3y + 1. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത 3y - 2y എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെങ്ങനെ എഴുതാം? y എന്ന് എഴുതിക്കൂടെ? ഓക്കെ, 1 - 2 എന്ന് പറഞ്ഞാൽ y - 1 എന്നായി. ഓൾ ഡിവൈഡഡ് ബൈ 3y - 3y എന്ന് പറഞ്ഞാൽ എന്തായി? അത് ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. 3yയും 3yയും ക്യാൻസൽ ചെയ്ത് പോകും. 1 - 2 എന്ന് പറഞ്ഞാൽ നമുക്കവിടെ -1 എന്നായി. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ചെറിയ ഇവിടെ ഒരു 3 വരുന്നത് അല്ലേ. 2y അവിടെ നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഹിയർ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2y + 2 എന്നാണ് വരിക. ഇവിടെ 3y + 3 എന്നാണ് വരിക അല്ലേ. അപ്പോൾ ഇവിടെ y 2ഉം 2ഉം ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകും. 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 3y - 2 എന്നുള്ളത് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇവിടെ 3y - 2y എന്ന് പറഞ്ഞാൽ y എന്നുള്ള ടേം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. y എന്നുള്ള ടേം മാത്രമേ നമുക്കവിടെ പോസിബിൾ ആവുള്ളൂ. y എന്നുള്ള ടേം ഉണ്ടാവും. ഇവിടെ ആരുണ്ടാവും? 3 - 2 എന്ന് പറഞ്ഞാൽ അവിടെ 1 എന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് എന്തായിട്ട് ലാസ്റ്റ് എങ്ങനെ എഴുതാം? ഇയർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു y എന്ന് കിട്ടി. വേർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു y എന്ന് കിട്ടി. അതായത് ഫോർ എവരി y ബിലോങ്സ് ടു അല്ലേ സെറ്റ് ബി. ഓക്കെ, there exists x belongs to a. ഇതിന്റെ ബേസിൽ such that f of x equal to y. Hence function is onto. Given function onto function ആണ് എന്നുള്ളത് നമുക്കിവിടെ പ്രൂവ് ചെയ്ത് കിട്ടി അല്ലേ. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ 1 1 ആണ്, ഓൺ 2 ആണ്. പക്ഷെ നമ്മളോട് ബൈജക്റ്റീവ് ആണോ എന്നുള്ളത് എഴുതാൻ പറഞ്ഞിട്ടില്ല, ജസ്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഫംഗ്ഷൻ ഈസ് ഓൺ 1 ആൻഡ് ആൾസോ ഓൺ 2. ക്ലിയർ ആണല്ലോ? വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്യാം. എക്സസൈസ് 1.2 11th ക്വസ്റ്റ്യൻ. ഇയർ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഫംഗ്ഷൻ എന്താണ്? R2 R ആണ്, റിയൽ നമ്പേഴ്സിന്റെ രണ്ട് സെറ്റ് ആണ്. ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x⁴ ആണ്. ചൂസ് ദി കറക്റ്റ് ആൻസർ. എന്തൊക്കെയാണ് ഓപ്ഷൻ എന്നുള്ളത്? 1 1 ആണ്. 1 1 f is 1 1 on 2 ആണ്. 1 1 on 2 ആണ്. Then function is many 1 on 2 ആണ്. Then function is 1 1 but not on 2. 1 1 ആണ് പക്ഷെ on 2 അല്ല. ഫംഗ്ഷൻ ഈസ് നെയ്തർ 1 1 nor on 2. 1 1 അല്ല on 2 അല്ല എന്നുള്ളത്. ഇവിടെ x⁴ നമ്മൾ ഇതുവരെ ഈ ഒരു ഇങ്ങനത്തെ ഒരു പവർ 4 വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടില്ല. പവർ 2 വരുന്നത് ചെയ്തിട്ടുണ്ട്, പവർ 3 വരുന്നത് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ എക്സസൈസിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പവർ 2 വരുന്നത് എന്താണ്?
ഫംഗ്ഷന് 1 1 അല്ല 1 2 അല്ല. പവർ 3 വരുന്നത് എന്താണ് 1 1 ഉം 1 2 ഉം ആവാനുള്ള ചാൻസ് ഏത് ഫംഗ്ഷനിൽ ഏത് ലിമിറ്റിൽ ഈ ഒരു R എന്നുള്ള ലിമിറ്റിൽ അല്ലെ. രണ്ട് സെറ്റും നമ്മൾ റിയൽ നമ്പേഴ്സിന്റെ രണ്ട് സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പവർ 2 വരുന്നത് 1 1 1 2 ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവില്ല. നമ്മൾ ഒരുപാട് പ്രോബ്ലം ചെക്ക് ചെയ്താണ്. ഓക്കെ, നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ 1 1 ആണ് എന്നുണ്ടെങ്കിൽ എഫ് ഓഫ് x1 എഫ് ഓഫ് x2 നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടും അല്ലേ. എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ എന്താ x1 റേസ് ടു 4ഉം എഫ് ഓഫ് x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ x2 റേസ് ടു 4 എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പവർ 4 വരും. പവർ 4നെ എന്ത് വരും x1 ഈക്വൽ ടു എന്ത് വരും പ്ലസിലും മൈനസിലും വാല്യൂസ് വരും. ഈ പ്ലസിലും മൈനസിലും വാല്യൂസ് വരും അല്ലേ. ഓക്കെ, പ്ലസ് ഓർ മൈനസ് എന്ത് വരും പ്ലസ് ഓർ മൈനസ് x2 എന്ന് വരും. ഓക്കെ, പ്ലസിലും മൈനസിലും വാല്യൂസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫംഗ്ഷൻ എന്തല്ല 1 1 അല്ല എന്ന് പറയാം. ഇനി ഓൺ ടു എന്നുള്ളതോ ഓൺ ടു എന്നുള്ളത് y ഈക്വൽ ടു നമ്മുടെ ഫംഗ്ഷൻ ആണ് അല്ലേ. y ഈക്വൽ ടു എക്സ് റേസ് ടു 4 ആണ്. വേർ എക്സ് ഈക്വൽ ടു എന്ത് വരും പ്ലസ് ഓർ മൈനസ് y റേസ് ടു 1/4 എന്ന് വരും. ഓക്കെ, y റേസ് ടു 1/4 എന്ന് വരും. y റേസ് ടു 1/4 വരും. അപ്പൊ ഇത് ഓൺ ടു ആണോ എന്നുള്ളത് നമ്മൾ പവർ 3 വന്നപ്പോൾ 1/3ന് നമ്മൾ ഓൺ ടു എന്ന് എഴുതി പ്രോബ്ലം ഉണ്ടായിരുന്നു, അതായത് R എന്നുള്ള ഈ ഒരു ഫംഗ്ഷനിൽ. അപ്പൊ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, പുട്ടിങ് y ഈക്വൽ ടു ഞാൻ -3 എന്ന് കൊടുത്തു. കാരണം എന്താ R ആണോ റിയൽ നമ്പേഴ്സിൽ പ്ലസ് നമ്പേഴ്സും വരും നെഗറ്റീവ് നമ്പേഴ്സും 0 ഒക്കെ വരും. അപ്പൊ എന്താ വരിക എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് -3 ഓൾ റേസ് ടു 1/4 എന്ന് വരും. ഈ 1/4നെ 1/2 ഇൻറ്റു 1/2 എന്ന് എഴുതാം അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ വരും പ്ലസ് ഓർ മൈനസ് ഒരു 1/2 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ റൂട്ട് എഴുതാം -3 എന്ന് വരും. അപ്പൊ ഇതെന്തല്ല ഇത് ഇതിന്റെ കേസിൽ പോസിബിൾ അല്ല. ഇവിടെ ഒരു ഇമാജിനറി നമ്പർ വരാനുള്ള അല്ലെ ഒരു ഈ ഒരു വാല്യൂ കൊടുക്കുമ്പോൾ അതിന്റെ പ്രീ ഇമേജ് ആയിട്ട് ഒരു ഇമാജിനറി നമ്പർ എന്തല്ല റിയൽ നമ്പറിന്റെ കാറ്റഗറിയിൽ പെട്ട ആളല്ല. അതുകൊണ്ട് നമുക്ക് ഈ ഫംഗ്ഷൻ എന്തല്ല ഓൺ ടു അല്ല എന്ന് പറയാം. അപ്പോൾ ഓപ്ഷൻ എന്താ വരിക ആൻസർ എന്താ വരിക ആൻസർ ഡി ആണ്. ഫംഗ്ഷൻ ഈസ് നെയ്തർ 1 1 നോർ ഓൺ ടു. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സൈസ് 1.2 12th ക്വസ്റ്റ്യൻ. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് R ആണ്. രണ്ട് സെറ്റും എന്താണ് റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ്. ഡിഫൈൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x എന്നുള്ള ഫംഗ്ഷൻ ആണ് നമുക്ക് തന്നുള്ളത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x ഇത് 1 1 ആണോ 1 2 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. 1 1 ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് x1 ഈക്വൽ ടു എന്താ വരിക 3x1 എന്ന് വരും. എഫ് ഓഫ് x2 ഈക്വൽ ടു എന്ത് വരും 3x2 എന്ന് വരും. 3x1 ഈക്വൽ ടു 3x2നെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും x1 ഈക്വൽ ടു x2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് 1 1 ഫംഗ്ഷൻ ആണ് അല്ലേ. അത് എന്താണ് ഒരു 1 1 ഫംഗ്ഷൻ ആണ്. ഇനി നമുക്കിത് ഓൺ ടു ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാം. ഓൺ ടു ആണെങ്കിൽ എന്താ ഹിയർ ഫംഗ്ഷൻ എന്താണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x ആണ്. ദാറ്റ് ഈസ് y ഈക്വൽ ടു 3x ആണ്. ഹിയർ എക്സ് ഈക്വൽ ടു എന്ത് വരും y/3 എന്നുള്ള വരും അല്ലേ. y/3 എന്നുള്ളത് ഈ എക്സിന്റെ വാല്യൂ നമ്മൾ എഫ് ഓഫ് എക്സിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 ഇൻറ്റു y/3 എന്ന് വരും അല്ലേ. 3യും 3യും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു y. ഫോർ എവരി എലമെന്റ് ഓഫ് y ബിലോങ്സ് ടു R വിച്ച് ഹാവ് എന്തുണ്ട് അവിടെ എന്തുണ്ട് എക്സ് ബിലോങ്സ് ടു R. ആറിൽ കറസ്പോണ്ടിങ് ഒരു പ്രീ ഇമേജ് പോസിബിൾ ആണ് എന്നാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാ ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് പറയാം. അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക ഫംഗ്ഷൻ ഈസ് 1 1 ഫംഗ്ഷൻ ഈസ് 1 1 ഓൺ ടു. ഇതാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ വരിക. ക്ലിയർ ആണല്ലോ. വീഡിയോ പോസ് ചെയ്യുക, നോട്ട് ചെയ്യാം.